ഗുഡ് ഈവനിങ് ആൾ. നമുക്ക് ഇന്ന് കുറച്ച് എനിക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു. അതാണ് ഒരു 2-3-4 മിനിറ്റിന്റെ ലേറ്റ് ആയത്. കമ്പ്യൂട്ടർ ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മൊബൈലിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ദയവായിട്ട് ക്ഷമിക്കണം. പ്രണാം ടു അവർ മാസ്റ്റേഴ്സ്. വെൽക്കം അവർ ഫാക്കൽറ്റി ഡോക്ടർ CJ വർഗീസ് സാർ. സാർ വളരെ സിൻസിയറായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നമ്മുടെ കൂടെ ഉണ്ട്. സാർ ഇന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ എനിക്ക് എന്നിട്ട് സാറിനെ കോഹോസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന്. സോറി. സാറിനെ വളരെ സന്തോഷത്തോടെ സാറിന് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുകയാണ്. GHKയുടെ എല്ലാമായ നമുക്കെല്ലാം GHKയുടെ ബേസിക് നോളജ് തരുന്ന സാറ്, അതുപോലെ സാറിന്റെ കൂട്ടത്തിൽ തന്നെ സാറിന് നമ്മുടെ ശശിധരൻ സാർ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് GHKയുടെ ബേസിക്കിന്റെ ക്ലാസ് സാറും എടുത്തു തരുന്നുണ്ട്. അപ്പം ശശിധരൻ സാറും കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം GHKയുടെ നോളജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരം തന്നതിന് സാറിനോടുള്ള നന്ദിയും കടപ്പാടുകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ക്ലാസ്സിൽ എൻട്രി ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടുമുള്ള സീനിയർ ഡോക്ടേഴ്സിനോടും അതുപോലെ ഡോക്ടേഴ്സ് അല്ലാത്ത മറ്റ് ആൾക്കാരോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് സാറിനെ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് സാർ. താങ്ക് യു ഡോക്ടർ അനിത. നമുക്ക് പതിവ് പോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. എല്ലാവരും അല്പസമയം കണ്ണ് അടച്ചിരുന്ന് നമുക്ക് ഇന്നത്തെ ഈ പഠന പദ്ധതിയിലേക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പഠിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മാത്രമല്ല, നമ്മൾ ഈ ലോകത്തെ മുഴുവൻ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് 8 ബില്യൺ പീപ്പിൾ ഉണ്ടെന്നാണ് പറയുന്നത് ലോകത്തിൽ. ഈ ലോകത്തുള്ള മുഴുവൻ പേരിലും GHK അല്ലെങ്കിൽ GNM എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ വളരെ മനോഹരമായിട്ടൊരു ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. GHK ബേസ്ഡ് മാസ്റ്ററി ഇൻ ഹോമിയോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി മാസ്റ്ററി. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം തന്നെ, അത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. അന്ന് തന്നെ 41 പേര് പങ്കെടുത്തു എന്നുള്ളത് വലിയ വിജയകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ 26+1 27 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഈ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി തയ്യാറായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം GHKയെ കുറിച്ച് പലരും സംശയത്തോടും അറിയാതെ ആണെങ്കിൽ പോലും സംശയത്തോടും ഒക്കെ സമീപിച്ചിരുന്ന ഒരു സമയം മാറി, വളരെ പെട്ടെന്ന് അത് മാറി വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. ഇത് നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഇവിടെയുള്ളവരും മിക്കവരും ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ്. അതൊരു ഡിവൈൻ സയൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ GHK ഒരു ഡിവൈൻ സയൻസാണ്. അത് ഒരു ഡിവൈൻ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു വിസ്ഡം ഷെയർഡ് ബൈ 2 eminent legends, ഡോക്ടർ ഹാനിമൻ ആൻഡ് ഡോക്ടർ ഹാമർ. ഇവരിലൂടെ ലോകത്തിലേക്ക് തന്ന പുതിയ വെളിച്ചമാണ്. ഇത് രണ്ടും കൂടെ ഒരു കൊളാബറേഷൻ ആയിട്ട് പോയി ഈ ലോകത്തിലെ നമ്പർ 1 ലീഡിങ് മെഡിക്കൽ സിസ്റ്റം ആയി മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ് ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ. അതിൻ്റെ പ്രവർത്തനത്തിലാണ്. വളരെയധികം സ്പീഡിൽ വളരെയധികം മെച്ചപ്പെട്ട റിപ്പോർട്ടുകളാണ് നമുക്കുള്ളത്. അതിന് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഈ പഠന പരിപാടിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ വിഷയം ഒരുപക്ഷെ പലരും മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമായിരിക്കും, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്. കാരണം ഇവിടെ എന്നെ ശ്രമിക്കുന്ന ഡോക്ടർ പ്രവീൺ പോലെ, ഡോക്ടർ അനിതയെ പോലെ, ഡോക്ടർ ശശിയെ പോലെ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയിൽ പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ച് ലെയർ എന്താണെന്നൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ എംബ്രിയോണിക് ജെംലേഴ്സിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലും പോരാ, കുറച്ചുകൂടെ പഠിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടൊരു പുതിയ ആശയമാണ് ഒരുപക്ഷെ ഡോക്ടേഴ്സിന് പോലും എന്താണ് എംബ്രിയോണിക് ജെം ലെയേഴ്സ് എന്നുള്ളത്. ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതും GHK പ്രാക്ടീസ് അല്ലെങ്കിൽ GHKയുടെ അറിവിൽ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, GHK എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് 5 ബയോളജിക്കൽ ലോസ് ആണ്.
അതിൽ ഇത്രയും ദിവസം ഇന്ന് 12ാമത്തെ ക്ലാസ്സാണ് എൻ്റേത് ഈ പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ അനിത കുമാരിയുടെ പ്രത്യേക സഹകരണത്തോടും അനുവാദത്തോടും കൂടി നമ്മൾ നടത്തുന്നത്. ഈ 12 എണ്ണത്തിന് റെക്കോർഡിങ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഞങ്ങളുടെ വെബ്സൈറ്റിൽ അതുണ്ടാവും, globalgnm.com അതുണ്ടാവും. അതിലൊരു മലയാള സെഷൻ തന്നെ അതുണ്ടാവും. അപ്പം ഓർമ്മയിൽ വന്ന കാര്യം, 440 ഓഡിയോ ക്ലിപ്പിംഗ്സ് ഡോക്ടർ CJ വർഗീസിൻ്റെതായിട്ട് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അത് ഫ്രീ ആണ്. എനിബഡി ക്യാൻ എൻറോൾ ആൻഡ് വ്യൂ ഇറ്റ് ഓർ ഹിയർ ഇറ്റ്, ലിസൺ ടു ഇറ്റ്. അതും കൂടെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ പഠന പദ്ധതിയിൽ 5 ബയോളജിക്കൽ ലോസ്, അടിസ്ഥാനപരമായിട്ടുള്ള GHKയുടെ അല്ലെങ്കിൽ ജർമാനിക് ഹീലിംഗ് നോളജ് അല്ലെങ്കിൽ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന ഏറ്റവും നവീനമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള അറിവ് ലോകത്തിന് നൽകിയ ഡോക്ടർ ഹാമർ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് 5 ബയോളജിക്കൽ ലോസ് എന്നാണ് പറഞ്ഞത്. അതിൽ 1, 2 ഇതിനോടകം ഞാൻ കവർ ചെയ്തു ഈ കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ പല പ്രാവശ്യമായിട്ട്. ഒന്നാമത്തത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. അതായത് എല്ലാ രോഗങ്ങളും 100% ഓഫ് ദി ഫിസിക്കൽ ഡിസീസസ്, നോട്ട് ഓൺലി ഫിസിക്കൽ ഡിസീസസ്, മെന്റൽ ഡിസീസസ് ഓൾസോ, അല്ലെ സ്കിസോഫ്രീനിക് കോൺസെഷൻസ്, ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ മൈൻഡിനെ അല്ലെങ്കിൽ അതിൻ്റെ സൈക്കി എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഡൈനാമിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ കൊണ്ട് മാത്രമേ സംഭവിക്കൂ എന്നുള്ളതാണ് ഡോക്ടർ ഹാമറിന്റെ കണ്ടുപിടുത്തം. മാത്രമേ. അതുകൊണ്ട് 100% ഓഫ് ദി ഫിസിക്കൽ ഡിസീസസ് ആർ ഡ്യൂ ടു വൺ ഓർ അതർ കോൺഫ്ലിക്ട്സ് ഹാപ്പനിങ് ഇൻ ദി സൈക്കി ഓർ സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് നമ്പർ 1. നമ്പർ 2, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അതായത് ഇൻ GHK ഡിസീസസ് ആർ കൺസിഡേർഡ് ആസ് എ പ്രോഗ്രാം. ഇപ്പൊ ഡിസീസ് എന്നുള്ള വാക്ക് GHKയിൽ ഇല്ല. ബിക്കോസ് ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തെറ്റായിട്ടുള്ള കുറെ ആശയങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പത്തോളജി എന്ന് പറയുന്ന ഒരു വാക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് മദർ നേച്ചർ ഡസ് നോട്ട് ഡു എനിത്തിങ് ഹാംഫുൾ ഫോർ അസ്, ഫോർ ഇറ്റ്സ് ക്രിയേഷൻസ്. മദർ നേച്ചർ, ഈ പ്രകൃതി മാതാവിന്റെ എന്താ പറയണ്ട, സൃഷ്ടജാലങ്ങളായിട്ടുള്ള മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഈ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന് പ്രത്യേക ബയോളജിക്കൽ പെർപ്പസ് ഉണ്ട് എന്ന് പറയുന്നതാണ് GHK. ഇപ്പൊ നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത് എന്തോ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമായിട്ടും അതിനെ എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ആണ് ഈ ലോകത്തിൽ ഒരു 99% പേർക്കും ഉള്ളത്. അതിൽ ആരും എക്സെപ്ഷൻ അല്ല ഇതുവരെ, GHK വരുന്നത് വരെ, ഇൻക്ലൂഡിങ് മൈ കൊളീഗ്സ് ഹോമിയോപ്പത്സ്. ഇന്ന് ഓർക്കുന്നു, ഹൈദരാബാദിൽ ഒരു നാഷണൽ സെമിനാർ നടത്തിയപ്പോൾ സംഘാടകർ എൻ്റെ ചെവി വന്ന് പറഞ്ഞു, മരുന്ന് ആവശ്യമില്ലെന്ന് പറയരുത് കേട്ടോ വർഗീസ് ഡോക്ടർ എന്ന് പറഞ്ഞു. അത് മരുന്നിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു ദിവസം ഒരു മിനിമം ഒരു 5 പേരോടെങ്കിലും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്കുക, ഭൂമിയിലെ മൃഗങ്ങളെ നോക്കുക, വെള്ളത്തിലെ മത്സ്യങ്ങളെ നോക്കുക. ഇവരാരും രാവിലെ 7:30 ബ്ലഡ് ഷുഗർ നോക്കുന്നില്ല, എൻ്റെ കൊളസ്ട്രോൾ എത്രയാണ്, PSA എത്രയാണ് നോക്കുന്നില്ല. അവരാരും ആശുപത്രിയുടെ അവിടെ ക്യൂ നിൽക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല. പക്ഷെ അവരെ എല്ലാവരെയും ഈ പ്രകൃതി മാതാവ് വളരെ മനോഹരമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അപ്പൊ അതോടുകൂടി ആരും ഒരു ഡോക്ടർമാരും പേടിക്കണ്ട, ഇത് നമ്മുടെ വംശം ഇല്ലാതെയാകും, അല്ലെങ്കിൽ നമുക്കിനി ജോലി ഇല്ലാതെയാകും, വരുമാനം ഇല്ലാതെയാകും, ഇങ്ങനെയൊന്നും പേടിക്കണ്ട. കാരണം നമുക്ക് ഈ അറിവ് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ആയുസിന്റെ അവസാനത്തെ നിമിഷം വരെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. കാരണം എവ്രിബഡി കനോട്ട്, ഒരു എഞ്ചിനീയർക്കോ ഒരു ടീച്ചർക്കോ ഒരു ബാങ്കർക്കോ GHK മുഴുവൻ സമയം പഠിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് മാറ്റിവെക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് പേരുണ്ടാകണം. അതാണ് നിങ്ങളുടെ ജോലി. കാരണം നിങ്ങൾ ഈ പ്രൊഫഷൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഈ പറയുന്ന മഹോന്നതമായിട്ടുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും വഞ്ചിക്കാൻ പാടില്ല. നമ്മുടെ മുൻപിൽ വരുന്ന നിസ്സഹായരായ മനുഷ്യരോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞ 10 കംപ്ലൈന്റ് ആണ്. ചിലപ്പോൾ അത് 16 പറയുന്നവരുണ്ട്, 18 പറയുന്നവരുണ്ട്. 18 കംപ്ലൈന്റും ഒരു 22 മരുന്നും കഴിച്ചിട്ട് വരുന്നവരാണ് ഇന്നത്തെ സാധാരണക്കാര്. അപ്പൊ അവരോട് പറയണം 1, 2, 3, 4 അതിന്റെ എല്ലാം കാരണങ്ങൾ
അതിൻ്റെ എല്ലാം കോൺഫ്ലിക്ട്സ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ രോഗത്തെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നമ്മുടെ രോഗത്തെ തന്നെ പല ഹോമിയോപ്പതി ഡോക്ടേഴ്സും പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യം ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എടോ എനിക്ക് സ്ട്രോക്ക് അടിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം വരും. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കൊളസ്ട്രോളുമായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്കേജുമായിട്ട് തീരെ പോലും ഇല്ല. ഇതെല്ലാം നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കേജ് എന്ന് പറയുന്ന സംഭവം കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് നമ്മൾ എന്നാണ് മനസ്സിലാക്കുക, GHK പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ബ്ലഡ് വെസൽസിന്റെ ബ്ലോക്കേജോ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഫ്ലേക്സ് വന്നിട്ട് അതിനകത്ത് ബ്ലോക്കേജ് അതല്ല എന്ന് നമ്മൾ പഠിക്കണം. യു ഹാഡ് എ ടെറിട്ടോറിയൽ ലോസ്. ഇറ്റ്സ് ഇന്റൻസിറ്റി ആൻഡ് ഇറ്റ്സ് ഡ്യൂറേഷൻ ഡിറ്റർമിൻസ് വാട്ട് ഇന്റൻസിറ്റി ഓർ വാട്ട് സീരിയസ് വിൽ ബി യുവർ ഹാർട്ട് അറ്റാക്ക് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ നിങ്ങളോട് അയ്യോ നിങ്ങൾ അനങ്ങരുത്, കയറ്റം കയറരുത്, എക്സേർട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീണ്ടും ബ്ലോക്കേജ് വരുമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കലെല്ലാം നിർത്തി നമുക്ക് അടിസ്ഥാനപരമായി സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഞാൻ സത്യം എന്ന് പറയുന്നത്? ഞാനിത് 2013 ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ GHK അല്ലെങ്കിൽ ഡോക്ടർ ഹാമറിനെ കുറിച്ച് എന്നെ കേൾപ്പിച്ച ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ പ്രവീൺ ധർമ്മധരനാണ്. 2013 എൻ്റെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിസിറ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, സോ വാട്ട് യു ഹേർഡ് അബൌട്ട് സോ കോൾഡ്, എന്താണ് ഞാൻ കേട്ടത്, ലെഫ്റ്റ് സൈഡ് റെപ്രസെന്റ്സ് യുവർ മദർ ആൻഡ് ചൈൽഡ്, റൈറ്റ് സൈഡ് ഈസ് പാർട്ട്ണർ സൈഡ്, ഓൾസോ വൈറസ് കനോട്ട് മേക്ക് യു സിക്ക് ഓർ കിൽ എന്ന് പറഞ്ഞു. പരീഷ് ഡോക്ടറെ ഇത് പറഞ്ഞത് ഡോക്ടർ ഹാമർ എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്ന ഡോക്ടർ പ്രവീൺ ധർമ്മധരന്റെ വായിൽ നിന്നാണ്. അദ്ദേഹം ഇവിടെ ഇന്ന് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അന്ന് മുതലുള്ള എൻ്റെ പഠനമാണ്, 2013 മുതൽ പഠനവും പഠിപ്പിക്കലുമാണ് കഴിയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ബയോളജിക്കൽ ലോസ് എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ 3ാമത്തെ ലോയിലേക്ക് പോവുകയാണ്. അത് ഓൺടോജനിക് സിസ്റ്റം ഓഫ് ട്യൂമേഴ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓൺടോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് ആണ്. അതായത് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദി ഫെർട്ടിലൈസേഷൻ ത്രൂഔട്ട് ദി എംബ്രിയോണിക് സ്റ്റേജ്, അല്ലെങ്കിൽ എംബ്രിയോളജിയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു, എംബ്രിയോളജിക് നോളജ്, അതായത് ഫ്രം ദി ഫെർട്ടിലൈസേഷൻ അപ് ടു ദി ലേബർ, അതുവരെയുള്ള ആ ഡ്യൂറേഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നു. നിങ്ങളൊരു പക്ഷേ അത്ഭുതപ്പെട്ടേക്ക്, ഞാൻ അത്ഭുതപ്പെട്ടതാണ്, നിങ്ങൾ അത്ഭുതപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ 9 മാസം അല്ലെങ്കിൽ ഈ 40 വീക്സിൽ ഇൻട്രായൂട്രൈൻ ലൈഫിൽ നടക്കുന്ന മുഴുവനും ഇന്ന് വരെ 2025 വരെ മനുഷ്യൻ നേടിയിട്ടുള്ള എവല്യൂഷൻ പരിണാമമാണ് ഒരു മിനിസ്ക്യൂളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മിനിസ്ക്യൂൾ എന്ന് വേണേൽ പറയാം. ചെറിയൊരു രീതിയിൽ 9 മാസം കൊണ്ട് പ്ലേ ചെയ്യണം. നമ്മുടെ എവല്യൂഷൻ അല്ല, ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ ഇത്രയും വർഷം എന്ന് മുതൽ ഒരു അമീബ സ്റ്റേജ് മുതൽ ഇന്ന് വരെ മനുഷ്യൻ എവല്യൂഷനെ ഒത്തിരി കോൺട്രവേഴ്സ്യൽ ആണ്. എന്നാലും എവല്യൂഷനെ ഡോക്ടർ ഹാമർ വളരെ അധികം പ്രാധാന്യത്തോടു കൂടി കാണുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, GHK is basically the knowledge from evolution and knowledge from embryology. ഇത് രണ്ടും കൂടെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു അറിവാണ് GHK എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് വരികയാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എംബ്രിയോളജിക്കൽ ലേയേഴ്സ്. എംബ്രിയോളജിക്കൽ ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെർമിനൽ ലേയേഴ്സ് എന്നാണ് പറയുക ശരിക്കും എളുപ്പം. അല്ല ശരി, ജെർമിനൽ ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ half cell of the father and half cell of the mother, sperm and ovum unites together to form the first cell, that is the primordial cell. From that particular single cell forms this whole human being. നമ്മൾ 2.53 കിലോ ഉള്ള ഒരു ബേബി ബോയ് പുറത്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ മുഴുവൻ ഡെവലപ്മെന്റും ഫ്രം ദി ഫസ്റ്റ് പ്രൈമോഡിയൽ സെല്ലിൽ നിന്നാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് അറ്റ് ദി 13th day, a particular event happens in the blastocyst എന്നാണ് ആ സ്റ്റേജിനെ പറയുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ക്ലസ്റ്റർ ഓഫ് സെൽസ് വിൽ ഡിവൈഡ് ഇൻടു 3. ഫസ്റ്റ്, that is called endoderm, mesoderm and ectoderm. Then subsequently the middle layer, the mesoderm, will again divide into old mesoderm and new mesoderm. അതുകൊണ്ട്
4 ജെർമിനൽ ലെയറിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ കോശങ്ങളും, മുഴുവൻ ടിഷ്യൂവും, മുഴുവൻ ഓർഗൻസും അല്ലെങ്കിൽ മുഴുവൻ സിസ്റ്റമും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. ഇത് പഠിക്കാതെ നമ്മളൊരു രോഗിയെ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും നമ്മളോട് ന്യായം ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു രോഗമായിട്ട്, അതായത് എനിക്ക് ബോഡി പെയിൻ ഉണ്ട്, ബാക്ക് ഏക്ക് ഉണ്ട്, അല്ലെങ്കിൽ യൂറിനറി ബേണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നടത്തൊരു മുഴയുണ്ട്, ഇന്നടത്തൊരു അൾസർ ഉണ്ട്, ഇന്നടത്തൊരു ഇച്ചിങ് ഉണ്ട്, ഇന്നടത്തൊരു കഫ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ യു ഹാവ് ടു നോ. അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്ന് ശ്രമിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും വിചാരിക്കുകയാണ്, ഓ ഇതൊക്കെ ഒന്നും പഠിക്കണ്ടപ്പോ, ഇത് തൽക്കാലം ഇതൊക്കെ വലിയ കോംപ്ലിക്കേഷനാണ്. ഞാൻ ലേ പീപ്പിളിനോടല്ല പറയും, ദോസ് ഹു ആർ അറ്റ്ലീസ്റ്റ് മെഡിക്കോസ്, ദേ ഹാവ് ടു നോ ദി എംബ്രിയോ, ദി ജെർമിനൽ ലേയേഴ്സ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തെ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗി അവതരിപ്പിക്കുന്ന രോഗത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ അപൂർണരാണ് എന്ന് നിങ്ങൾ കൺഫസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. അപ്പൊ ഇതിൽ ഏറ്റവും നന്നായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് തരുന്നത്, ഇന്ന് എൻ്റെ അറിവിലുള്ളത് ഏറ്റവും നന്നായിട്ട് ഈ കാര്യം വിശദമാക്കിയിരിക്കുന്നത് കാരോളിൻ മക്കോലാണ്. അവരാണ് എൻ്റെ GNM ടീച്ചർ, ഡയറക്ട് ഡിസൈപ്പിൾ ഓഫ് ഡോക്ടർ ഹാമർ. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഞാൻ പല പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുള്ളതാണ്, learninggnm.com. സോ learninggnm.com ചെന്നാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വായിച്ച് വളരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്, ഈ പ്ലാറ്റ്ഫോം ഒരിക്കലും പഠിപ്പിക്കാനല്ല, കാരണം പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലല്ല ഇപ്പോഴുള്ളത്. അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾ കൂടുതൽ വായിക്കുക. കാരണം ടീച്ചിങ് ബൈ സമ്മൺ എൽസ് ഈസ് നോട്ട് ദി റൈറ്റ് വേ. ലേണിംഗ് ബൈ സമ്മൺ ഈസ് ദി റൈറ്റ് വേ. ബൈ വൺ സെൽഫ് ഈസ് ദി റൈറ്റ് വേ. അതായത് വേറൊരു കാര്യം ഇവിടെ ഓർക്കണം, എന്താണെന്ന് വെച്ചാൽ നീന്തൽ പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ നീന്തണം, അല്ലാതെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തണം. വേറൊരു കാര്യം ഓർക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം നീന്തൽ പഠിച്ചു വെച്ചോളൂ. കാരണം നിങ്ങൾ വലിയ വെള്ളത്തിൽ, നിലയില്ലാ കയത്തിൽ വീണതിന് ശേഷം നീന്തൽ പഠിക്കാമെന്ന് ആരെങ്കിലും നീട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ്, നിങ്ങളുടെ കുടുംബത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണ്, ഈ മനുഷ്യകുലത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് ലേൺ സ്വിമ്മിങ് ബിഫോർ യു ഫോൾ ഇൻ ഡീപ്പ് വാട്ടേഴ്സ്. ഇതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ എക്വിപ്ഡ് ആയിട്ടിരിക്കുക. You should know what is my problem when I have a cough, how I will differentiate. ഞാൻ സത്യം പറയട്ടെ, ഈ GNM പഠിക്കുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു എന്താണ് ഈ ഡ്രൈ കഫ് എന്താണ് മോയിസ്റ്റ് കഫ് എന്താണ്, അല്ലെങ്കിൽ ലാരിഞ്ചിയൽ കഫ് എന്താണ്, അല്ലെങ്കിൽ ഫാരിഞ്ചിയൽ കഫ് എന്താണ് ബ്രോങ്കിയൽ കഫ്, എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ബ്രോങ്കിയൽ കഫിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ വേറെയാണ്, അത് അഫക്റ്റ് ചെയ്യുന്ന ടിഷ്യൂ വേറെയാണ്, അതിന്റെ കോസേഷൻ വേറെയാണ്, അതിന്റെ റെസൊല്യൂഷൻ വേറെയാണ്, അതിന്റെ ഹീലിംഗ് സിംറ്റംസ് വേറെയാണ്. ദാറ്റ് ഈസ് നോട്ട് ദി കോസ് ഓഫ് ദിസ് ഫാരിഞ്ചിയൽ കഫ്, ഇറ്റ് ഈസ് ബാർക്കിംഗ് കഫ്. ബാർക്കിംഗ് കഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ് വേറെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോന്നിലേക്ക് പോകുന്നില്ല. ഇറ്റ് ഓൾ ഡിമാൻഡ്സ് ഡീറ്റെയിൽഡ് സ്റ്റഡി ബൈ യുവർ സെൽഫ്. വേറെ ആളുടെ ടീച്ചിങ്, ഇറ്റ്സ് ഓൾ അവൈലബിൾ നൗ. You simply, നിങ്ങൾ ChatGPT ചോദിച്ചാൽ മതി, AI ചോദിച്ചാൽ മതി, you will get the answer. What is the emotional pathology of so and so disease? അല്ലെങ്കിൽ according to this GHK, what is the explanation for this particular disease? You will get a very detailed and impeccable. Then this, without any mistake you are getting. I have tested many a time. നിങ്ങൾക്ക് ChatGPT-യിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. യു ക്യാൻ ഓഫ് കോഴ്സ് റെഫർ ടു, ഞാൻ ലേണിംഗ് GNM-ന്റെ അക്കോർഡിംഗ് ടു ലേണിംഗ് GNM ആണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ദി ബെസ്റ്റ് ഇൻഫോർമേഷൻ ഫ്രം ദോസ് അവൈലബിൾ. ഇതൊന്നും നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങളാണ്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്, കുറച്ചുകൂടെ കൂടുതൽ പ്രധാനപ്പെട്ടത്. അതായത് ഈ മൂന്നാമത്തെ തേർഡ് ബയോളജിക്കൽ ലോ, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഞാൻ പറഞ്ഞു, അതിനെ പറയുന്നത് ഓൺടോജനിക് സിസ്റ്റം ഓഫ് ട്യൂമേഴ്സ് എന്നാണ്. സോ ട്യൂമേഴ്സ്, എക്സ്ട്രാ സെല്ലുലർ മൾട്ടിപ്ലിക്കേഷൻ, അക്യുമുലേഷൻ ഓഫ് സെൽസ്, സെല്ലുലർ ഹൈപ്പർപ്ലേഷ്യ എന്നൊക്കെ പല രീതിയിൽ പറയുന്നതിന് ഏത് ടിഷ്യൂവിലാണ് ട്യൂമർ ഉള്ളത്, whether it is going in the healing phase or whether it is in the conflict active phase, ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ബ്രെയിൻ ട്യൂമർ പഠിച്ചോളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂവിലുള്ള ട്യൂമർ പഠിച്ചോളൂ. ട്യൂമർ മീൻസ് അക്യുമുലേഷൻ ഓഫ് ദി സെൽസ്.
ആണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, ജർമിനൽ ലെയർ അറിയത്തില്ലെങ്കിൽ, നിങ്ങൾ രോഗിയോട് പറയുന്നത് മുഴുവൻ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കുക. അതിന്റെ കുറ്റബോധം ഇന്നു മുതൽ ഉണ്ടാവണം. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. സോ എംബ്രിയോണിക് ഡെവലപ്മെന്റും ഡിസീസ് എക്സ്പ്രഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. എംബ്രിയോണിക് ജം ലെയർ ഞാൻ പറഞ്ഞു 4 ലെയർ ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതിലേത് ലെയറിൽ നിന്നാണ് ദിസ് പർട്ടിക്കുലർ അഫക്റ്റഡ് ഓർഗൻ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ജസ്റ്റിഫൈഡ് ആവുന്നുള്ളൂ. ഏത് അവയവത്തിലാണെങ്കിലും ഡിസീസ് മാനിഫെസ്റ്റേഷൻ യു ഹാവ് ടു നോ which tissue is affected. Then you can very easily say whether he is in the conflict active phase, whether he is in the conflict healing phase. ഇതൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. സോ ഇറ്റ്സ് എ പ്രോഗ്രാം. എനിക്കിന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് വലിയ ഒരു വിഷമം. രണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഞാനത് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഇന്റർനെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ www.learning.gnm എടുക്കുക. ഞാൻ ഡയറക്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാം. Learning.gnm എടുത്തോ. അതിൻ്റെ അകത്ത് എൻ്റർ ഹിയർ എടുക്കുക. റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യു ക്യാൻ സ്ക്രോൾ ഡൗൺ ദി ഹോൾ പ്രോഗ്രാം. അവിടെ 5 ബയോളജിക്കൽ ലോസ് എന്ന് കിട്ടും. കുറച്ച് പേരെങ്കിലും എടുക്കുന്നു എന്ന് വിചാരിക്കുന്നു. 5 ബയോളജിക്കൽ ലോസിൽ യു ഗോ ടു ദി തേർഡ് ബയോളജിക്കൽ ലോ. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഡയഗ്രം വരുന്നുണ്ട്. എത്ര പേര് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അതിൽ ജേം ലെയർ ആൻഡ് ബ്രെയിൻ റിലേഷൻ എന്നൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഡയഗ്രം ഉണ്ട്. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ കുറച്ചെങ്കിലും പേർക്ക് കിട്ടിയെന്ന്? ഓക്കെ. സോ എൻഡോഡേം എന്നൊരു ഹ്യൂമൻ എംബ്രിയോയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മൗത്ത് മുതൽ ഏനസ് വരെ ഒരു യെല്ലോ ട്യൂബിന്റെ ഷേപ്പിലാണ് എൻഡോഡേം പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ആരോ ഉണ്ട്. ഒന്നുകൂടി അത് ഒന്ന് പറയാമോ? എടുക്കേണ്ടത് www.learninggnm.com. അതിൻ്റെ അകത്ത് ഫേസിംഗ് പേജിന്റെ താഴെ എൻ്റർ ഹിയർ എന്നുണ്ട്. അപ്പോൾ ഒരു പേജ് വരും. അതിൽ മുകളിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് പല സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് SBS സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം അല്ലെങ്കിൽ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഡോക്യുമെന്റ്സിൻ്റെ അകത്ത് 5 ബയോളജിക്കൽ ലോസ് എന്നുള്ളത് വരും. അതിൻ്റെ അകത്ത് തേർഡ് ബയോളജിക്കൽ ലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡയഗ്രം ഉണ്ട്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമല്ല, യു വിൽ നോട്ട് ഫോളോ ഇറ്റ് ബെറ്റർ. ഇപ്പം ഞാൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അതായത് ഒരു എംബ്രിയോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ തലയും കൈകാലുകൾ ശുഷ്കിച്ചതുമായിട്ടുള്ള ഒരു എംബ്രിയോ. അതിൻ്റെ വായ മുതൽ മലദ്വാരം വരെ ഒരു മഞ്ഞ കളറിൽ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ദർ ഇസ് എ ട്രൈ കളർ. നമ്മൾ ഹോമിയോപ്പതി പഠിപ്പിച്ചപ്പോൾ ഞാൻ സൈക്കോസിസ്, സിഫിലിസ് ഒക്കെ ബ്ലൂ, യെല്ലോ, റെഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. അത് എൻഡോഡേമിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എൻഡോഡേം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടിഷ്യൂവിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗത്തെയാണ് ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ മോഡേൺ ബ്രെയിൻ അനാറ്റമിയിൽ പഠിക്കുന്ന ഡിഫറെന്റ് എല്ലാം അതിൻ്റെ അകത്താണ് വരുന്നത്. പോൺസും എല്ലാം വരുന്നത്, ഹൈപ്പോതലാമസ് അങ്ങനത്തെ എല്ലാം വരുന്നത്. ഇപ്പൊ ബ്രെയിൻ സ്റ്റം. അപ്പം ചുരുക്കം ഇതാണ് എൻഡോഡേം ഡിറൈവേറ്റീവ്സ് ആയിട്ടുള്ള ഓർഗൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറയാം. അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഏറ്റവും കേന്ദ്രത്തിലുള്ള ബ്രെയിൻ സ്റ്റം. അത് സ്പൈനൽ കോഡിന് മുകളിലേക്ക് പോകുന്ന സ്വാ. രണ്ടാമത്തേത് ഓൾഡ് മീസോഡേം. ഓൾഡ് മീസോഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡെർമിസ് വരുന്നുണ്ട്. ഡെർമിസ് ഈസ് ദി സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ പുറമേയുള്ള എപ്പിഡെർമിസ് ആണെങ്കിൽ ജസ്റ്റ് അണ്ടർനീത്ത് എപ്പിഡെർമിസ് ആണ് ഡെർമിസ്. ഡെർമിസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി ഓൾഡ് മീസോഡേം. മറ്റ് ടിഷ്യൂസ് ഇതൊക്കെയാണ്. ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെരികാർഡിയം, പ്ലൂറ ഓർഗൻസ് അല്ലെങ്കിൽ ലങ്സിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലൂറ, പിന്നെ അബ്ഡോമിനൽ വിസറായി കൺട്രോൾ ചെയ്യാനുള്ള പെരിട്ടോണിയം. ഇതെല്ലാം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് they are all derived from old മീസോഡേം. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്
സെറിബെല്ലമാണ്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ എൻഡോഡേം, ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം. അടുത്തത് ന്യൂ മീസോഡേം. ന്യൂ മീസോഡേമാണ് എല്ലാ എന്താ പറയണ്ടേ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഓർഗൻസ് എല്ലാം. ബോൺ, ജോയിൻസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, ഇൻക്ലൂഡിങ് ഫാറ്റ് ടിഷ്യൂ, ബ്ലഡ് വെസൽസ്, അതിൻ്റെ സ്ട്രക്ചർ എല്ലാം ഡിറൈവ്ഡ് ഫ്രം ദി ന്യൂ മീസോഡേം. അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഭാഗമാണ് സെറിബ്രൽ മെഡുല്ല. അവസാനമായിട്ട് ഏറ്റവും ബൾക്ക് ഓഫ് ദി ബോഡി മെയ്ഡ് ബൈ സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ, എക്സെട്ര ഇതെല്ലാം എക്ടോഡേം ഡെറിവേറ്റീവ്സ് ആണ്. ഓൾ ദി ട്യൂബ്സ് മീൻസ് ഓൾ ദി ഡക്ട്സ് that carry the secretions or excretions from particular part to the other part. For example, liver duct എന്താണ് bile duct. അപ്പോൾ ബൈലിനെ കൊണ്ടുവരുന്ന ഓർഗൻ അതാണ്. that is derived from the ectoderm. പിന്നെ എന്താണ് ബ്രസ്റ്റ് മിൽക്ക് ഡക്ട്സ്, പാൽ ഉൽപ്പാദിപ്പിച്ചത് നിപ്പിളിലേക്ക് കൊണ്ടുവരുന്നത് ഡക്റ്റാണ്. അതിനെയും കൺട്രോൾ ചെയ്യുന്നത് it is derived from the ectoderm. പിന്നെ പാൻക്രിയാറ്റിക് ഡക്ട്, പിന്നെ മൗത്ത്. So because they are lining the serous membrane, serous mucosa of the mouth, because serous mucosa from mouth to anus is derived from the endoderm. കുറച്ചൊക്കെ മനസ്സിലാക്കുക, എല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ ഇത്രയും വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എക്ടോഡേമൽ ആയിട്ടുള്ളത് സ്കിന്നാണ് മോസ്റ്റ് ലാർജസ്റ്റ് ഓർഗൻ. അതും പിന്നെ നെയ്സൽ മ്യൂക്കോസ, ഏനൽ മ്യൂക്കോസ, അല്ലെങ്കിൽ നിപ്പിളിന്റെ ഡക്റ്റിലേക്ക് ഇൻവജൈനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഏരിയാസ്, അങ്ങനെയുള്ള എല്ലാ ഏരിയാസും ഡിറൈവ്ഡ് ഫ്രം ദി എക്ടോഡേം ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അപ്പൊ നമുക്ക് ബാക്കിലേക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടിഷ്യൂകളിലാണ് അഫെക്ഷൻ വന്നിരിക്കുന്നത്. അവിടെ ഒരു മുഴയുണ്ട്, അവിടെ ഒരു അൾസർ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇച്ചിങ് ഉണ്ട്, സ്കിന്നിൽ ഇച്ചിങ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ഉണ്ട്, ബ്രോങ്കിയൽ കഫ് ഉണ്ട്. ഏത് അവയവത്തെയും ബാധിക്കുന്ന ഏത് പത്തോളജി ഞാൻ പറയുന്നില്ല, ഏത് അഫെക്ഷനെയും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ജെർമിനൽ ലെയേഴ്സിനെ കുറിച്ചുള്ള അറിവ് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ പറയുകയാണ്, അതിന്റെ കാരണം ഇതാണ്, അതിന്റെ കാരണം ഇതാണ്. ഒന്നുമില്ല. 100% ഓഫ് ദി ഡിസീസസ് ആർ ഡ്യൂ ടു കോൺഫ്ലിക്ട്സ്. ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബ്യൂട്ടി മനസ്സിലാവും, അതിന്റെ ഇൻട്രിക്കസീസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ദിസ് ഇസ് ആൻ ഇന്റഗ്രൽ ലിങ്ക് ബിറ്റ്വീൻ an embryonic development and ontogenesis and disease expression. ഇത് തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഡിസീസ് എക്സ്പ്രസ് ചെയ്യുന്ന, ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു ചേഞ്ച് ഇൻ ദി ടിഷ്യൂ ലെവൽ ആണ് നിങ്ങൾ കറസ്പോണ്ടൻസ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അവിടെ അത് സംഭവിക്കണമെങ്കിൽ there is a corresponding change in the brain and there is a corresponding change in the mind അല്ലെങ്കിൽ സൈക്കി എന്നാണ് ഡോക്ടർ ഹാമറിന്റെ മൂന്നാമത്തെ തിയറിയിൽ ഫൈവ് ബയോളജിക്കൽ ലോസിന്റെ മൂന്നാമത്തെ ലോ പറയുന്നു. ഡോക്ടർ ഹാമറിന്റെ ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്നുള്ളത്. അപ്പൊ ഡോക്ടർ ഹാമർ എന്നും ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതിന്റെ 7 അയലക്കത്ത് പോലും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹത്തിന് കിട്ടിയത് ജയിൽവാസം, നീണ്ട 2-3 വർഷത്തെ ജയിൽവാസവും നാടുകടത്തിലും. നമ്മുടെ ഡോക്ടർ ഹനിമാനെ പോലെ തന്നെ നാട് കടത്തേണ്ടി വന്നു. വളരെയധികം മോശപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ 10 വർഷം നോർവേയിൽ സാൻഡഫ് ജോർഡ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഏകാന്തവാസം. അവിടെ പോലും അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാൻ ആഗ്രഹിച്ചു. ആരുമില്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള ശ്രമം നടന്നു, അതുപോലും നടന്നില്ല, അല്ലെങ്കിൽ അത് ഒരു മെറ്റീരിയലൈസ് ചെയ്തില്ല. ഇന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മളൊരു 6 months കോഴ്സ് മറാത്വാദ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങാൻ വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ നമ്പർ 1 സിസ്റ്റം ഓഫ് മെഡിക്കൽ സയൻസ് GSK ബേസ്ഡ് ഹോമിയോപ്പതി ആകുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഭാവിയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവും, സ്റ്റഡി മെത്തേഡ്സ് ഉണ്ടാവും, സിലബസ് ഉണ്ടാകും, കരിക്കുലം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാൽ നമുക്ക് ഒത്തിരി
ജനങ്ങൾക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ഇങ്ങനെയാണ് മെഡിസിൻ പഠിപ്പിക്കേണ്ടത്, രോഗത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഡോക്ടർ ഹാമറിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് ഇന്ന് മെഡിക്കൽ കോളേജിൽ നമ്മളൊക്കെ പഠിച്ചതുപോലെ, അല്ലെങ്കിൽ ഇന്നുള്ള മുഴുവൻ മെഡിക്കൽ കോളേജുകൾ പഠിപ്പിക്കുന്നത് പോലെ ഇന്ന് നമുക്ക് നെർവസ് സിസ്റ്റം പഠിക്കാം, ഇന്ന് നമ്മൾക്ക് ലോക്കോമോട്ടോർ സിസ്റ്റം പഠിക്കാം, ഇന്ന് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കാം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാം. അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. കാരണം ഈ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം, മെയിൻലി കിഡ്നി itself is derived from 3 germinal layers എന്ന് ഡോക്ടർ ഹാമർ പഠിപ്പിച്ചിരിക്കും. അതിന്റെ കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ് ഫ്രോം എൻഡോഡെം, അതിന്റെ മീസോഡെം എന്നത് ന്യൂ മീസോഡെമിൽ നിന്നാണ് അതിന്റെ പാരൻകൈം ഓഫ് ദി കിഡ്നി ഉണ്ടാകുന്നത്. അതിന്റെ എന്താ പറയാ, കാലിക്സ് ഓഫ് ദി കിഡ്നി അല്ലെങ്കിൽ റീനൽ കാലിക്സ് എന്ന് പറയുന്നത് എക്ടോഡെമിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ അവയവത്തിലും വിവിധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ 4ന്റെ ഏതെങ്കിലുമൊക്കെ ജർമിനൽ ലേയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഓർഗൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഓർഗനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നതിനേക്കാളും നല്ലത് ഈ ഓർഗൻ എങ്ങനെയാണ് ഓരോന്നിൻ്റെയും ഒറിജിൻ, എങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻ, എങ്ങനെയാണ് അത് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ, അതായത് വൺസ് ട്രിഗേർഡ് ബൈ എ കോൺഫ്ലിക്റ്റ്, എങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഡോക്ടർ ഹാമർ പഠിപ്പിച്ചത് എല്ലാമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജർമിൻ അല്ലെങ്കിൽ എംബ്രിയോണിക് ജെർമിനേഴ്സും ഡിസീസ് എക്സ്പ്രഷൻ തമ്മിൽ there is an inseparable link. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ എന്താ പറയുക, ഏത് സിസ്റ്റം ഓഫ് ഹോമിയോപ്പതി ആയാലും ചിലർ അതൊന്നും പെർഫെക്റ്റ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിലെല്ലാം കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. ഒട്ടുമിക്കവാറുമുള്ള എല്ലാ അപ്രോച്ചസും പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതിൽ അറിയാമോ, ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നത് പോലെ കൃത്യമായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബ്രോങ്കിയൽ ക്യാൻസർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൾമണറി ക്യാൻസർ, ലങ് ക്യാൻസർ ഈസ് ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ബ്രോങ്കിയൽ ക്യാൻസർ എന്ന് പഠിക്കുമ്പോൾ ക്യാൻസറിന് ബ്രോങ്കിയൽ ക്യാൻസർ ബ്രോങ്കോജനിക് കാർസിനോമയും വരാം, ലങ് ക്യാൻസറും വരാം എന്ന് പറയാനല്ലാതെ വാട്ട് ഈസ് ആൽവിയോളൈ ഫ്രം, ദേ ആർ ഫ്രം എൻഡോഡെം ആൻഡ് ബ്രോങ്കൈ ആൻഡ് ദേ ആർ ഫ്രം ദി എക്ടോഡെം. ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വാട്ട് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഇൻ ബ്രോങ്കൈറ്റിസ് ഓർ ബ്രോങ്കോജനിക് കാർസിനോമ ഓർ ബ്രോങ്കോന്യൂമോണിയ, അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ആൽവിയോളാർ സിസ്റ്റം അല്ലെങ്കിൽ പൾമോണറി ആൽവിയോളയുടെ പത്തോളജി എന്ന് പറയുന്ന ചേഞ്ചസ് എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൽ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വാട്ട് ഈസ് ഹാപ്പനിങ്, ഡ്യൂറിങ് ഹീലിംഗ് വാട്ട് ഈസ് ഹാപ്പനിങ്, നമുക്കറിയില്ല. ഈ ജനങ്ങളെ മുഴുവനും വിട്ടികളാക്കിക്കൊണ്ട് നമ്മളോട് പറയാം ഇറ്റ് ക്യാൻ ബി ക്യാൻസർ ലങ്സ്, ഇറ്റ് ക്യാൻ ബി ട്യൂബർക്കുലർ ലങ്സ്. They don't know what is the role of tubercular mycobacteria, tubercular bacillus എന്താണ് ചെയ്യുന്നതെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഷോ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ചുമയ്ക്കുന്നതിൻ്റെ അകത്ത് ബ്ലഡ് ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആണെന്നാണ് തോന്നണേ, അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസർ അല്ല. ഇറ്റ് ഈസ് ദ ഹീലിംഗ് ഓഫ് ദി tumor developed in the alveoli during the course of conflict activity. And once it is resolved, body automatically tries to make use of the tubercular bacilli already within the system, and by which these tumors are broken down into pieces and as an attempt to heal the patient. ഇത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ട്യൂബർക്കുലർ ബാസില്ലസ് അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് ഏതോ ഭയങ്കര മാരകമായ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് എടുക്കും. ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയുവാണ് അതിന്റെ കോസ് ഫിയർ ഓഫ് ഡെത്ത്. TB പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ TB പേടിയായി. പിന്നെ നമ്മളെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ പിടിച്ചോണ്ട് പോകും. കാരണം അവിടെ 600 കോടി ഒരു 10 വർഷം മുമ്പായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 60,000 കോടി രൂപ ട്യൂബർക്കുലോസിസ് കൺട്രോളിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ അതിൻ്റെ അത് പിടിക്കും. നിങ്ങളുടെ വീട്ടിൽ ഗുളികകൾ എത്തും. അത് കഴിച്ചിട്ട് ആരുടെയെങ്കിലും അസുഖം മാറുമോ? കാരണം നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് മാറുന്നില്ല, അപ്പൊ നിങ്ങളുടെ രോഗം മാറുന്നില്ല. അപ്പൊ ഈ ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ ഗുളിക എടുത്ത് വിഴുങ്ങുമ്പോൾ, അല്ല രോഗി ഗുളിക എടുത്ത് വിഴുങ്ങുമ്പോൾ നമുക്ക് പുതിയ കോൺഫ്ലിക്റ്റ് വരുവാണ്. ഞാൻ ഇതിനെയും കൊണ്ടേ പോകത്തുള്ളൂ,
എൻ്റെ കാര്യം പോക്കായി. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഈസ് ഹാങ്ങിങ്, കോൺഫ്ലിക്റ്റ് ആയിട്ട് പോവുകയും ഒരിക്കലും ആ രോഗി തിരിച്ചു വരാതിരിക്കുകയും ചെയ്യും. അതേസമയം നമ്മുടെ രോഗത്തെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും? ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർകുലോസിസ്. കുറച്ച് നാളും കൂടെ നമുക്ക് 6 മാസം ചികിത്സിക്കാം, 10 മാസം ചികിത്സിക്കാം, 1 വർഷത്തെ കോഴ്സ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ടും രോഗത്തിനൊരു മാറ്റവും ഇല്ല. കാരണം കോൺഫ്ലിക്റ്റ് സ്റ്റോപ്പ് ആയിട്ടില്ല. അവരോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഫിയർ ഓഫ് ഡെത്ത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാം മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർകുലോസിസ്. അങ്ങനെ ഡയഗ്നോസിസ് കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല സാർമാര്. അപ്പൊ പുതിയ രോഗമായി. പിന്നെ അറിയാവുള്ളൂ, ഹോപ്പ്ലെസ് കേസായിട്ട് വിധി ചെന്നിട്ട് ഒന്നുമില്ല. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പ്രൈമറി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചെസ്റ്റിൽ കാണുന്ന ആ ഒരു ഒപ്പേസിറ്റി പോലും ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫിയർ ഓഫ് ഡെത്ത് ഹാപ്പനിങ് ഇൻ എ ചൈൽഡ് ആണെന്ന് നമ്മൾ എന്നാണ് മനസ്സിലാക്കുന്നത്? ഇത് മനസ്സിലാക്കാതെ നമുക്ക് ട്യൂബർക്കുലിനം കൊടുത്താൽ, ബാസിലിനം കൊടുത്താൽ നമുക്ക് ഈ ഒപ്പേസിറ്റി മാറ്റിയെടുക്കാം, പ്രൈമറി കോംപ്ലക്സിന് ചികിത്സ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ദയവ് ചെയ്ത് നിർത്താം. എന്നിട്ട് എന്താണ് ഈ കുട്ടിയുടെ ലങ്സിൽ എക്സ്റേ എടുത്തപ്പോൾ കണ്ട ഒപ്പേസിറ്റി എന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. ചുരുക്കം ഇതാണ് ഡിസീസ് റെസ്പോൺസ്. നമ്മൾ എല്ലാവരും പറയുന്ന രോഗം വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ജലദോഷം വരുന്നു, ചെവി പൊട്ടി ഒഴുകുന്നു, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് വേദന വരുന്നു, അല്ലെങ്കിൽ ചെസ്റ്റിൽ കഫം നിറയുന്നു. കഫമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഡോക്ടറെ കുഞ്ഞിന് ഭയങ്കര കഫമാണ്. അപ്പൊ എന്തുകൊണ്ട് കഫം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് തൊണ്ടയിൽ കഫം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് നെഞ്ചിൽ കഫം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് കണ്ണിൽ പിള കെട്ടുന്നു? എന്തുകൊണ്ട് മൂക്കിൽ നിന്ന് വെള്ളം വരുന്നു? എന്തുകൊണ്ട് ചെവിയിൽ നിന്ന് പൊട്ടിയൊഴുകുന്നു? അതെന്തുകൊണ്ട് പഴുപ്പാകുന്നു? എന്തുകൊണ്ടാണ് അതിന് ദുർഗന്ധം വരുന്നത്? എന്തുകൊണ്ടാണ് അതിന് പി 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 ശബ്ദം, ക്രിക്കറ്റ് അല്ല എന്താ പറയാ, ചീവീട്ടിന്റെ ശബ്ദം വരുന്നത്? ടിന്നിറ്റസ് എന്ന് പേര് വിളിക്കുന്നു. അത് മാറത്തൊന്നുമില്ല. മാറുമെന്നേ. എന്റെ കോൺഫ്ലിക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ there was a time when he had to hear something unpleasant, or he wanted to hear something very sweet but he could not hear it. അങ്ങനെ ഓരോ സോക്കോൾഡ് പത്തോളജി, ഓരോ അബ്നോർമൽ എന്ന് നമ്മൾ വിളിക്കും. ഒന്നും അബ്നോർമൽ ഇല്ല ഈ ഭൂമിയിൽ. എല്ലാം ഇൻ ഓർഡർ, എല്ലാം അക്കോർഡിംഗ് ടു ദി പ്ലാൻ ഡിസൈൻ ഓഫ് ദി മദർ നേച്ചർ എന്ന് വിളിച്ചോളൂ. ദൈവവിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര അതാണ്. ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. വേണമെങ്കിൽ എനർജി വരെ ഞങ്ങൾ പോകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മൾ പ്രകൃതി വരെ പോകാം. പക്ഷെ അതൊക്കെ അപ്പുറം ദൈവം അതൊന്നും നമുക്ക് പറയുന്നില്ല. എന്ന് പറയുന്നവരോട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രകൃതിയെങ്കിലും നിങ്ങൾ സ്നേഹിക്കൂ, മനസ്സിലാക്കൂ, ബഹുമാനിക്കൂ. ഈ പ്രകൃതി നിയമത്തിൽ ഒരിക്കലും അറ്റാക്ക് ഇല്ല. നിങ്ങൾ എന്താ പറയുക, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മുടെ സെല്ലുകൾ തന്നെ അറ്റാക്ക് ചെയ്ത് നമ്മളെ രോഗിയാക്കും എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അവരോട് ക്ഷമിക്കാമെന്ന് പറയാം. ആരും മനഃപൂർവ്വമല്ല, അവരോടൊക്കെ അറിയാതെ ചെയ്യുന്ന കുറ്റം നമുക്ക് ക്ഷമിക്കാം. ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാണ്. ബ്രെയിൻ കൺട്രോൾ ആൻഡ് ജേം ലെയർ മാപ്പിംഗ്. അതാണ് ഞാൻ ഈ പടത്തിലൂടെ നിങ്ങളോട് കാണിച്ചു തരാൻ ആഗ്രഹിച്ചത്, പക്ഷെ നടന്നില്ല. ബ്രെയിൻ കൺട്രോൾ ആൻഡ് ജേം ലെയർ മാപ്പിംഗ്. ജേം ലെയർ ഞാൻ പറഞ്ഞു 4, ബ്രെയിൻ മാപ്പിംഗ് 4. അപ്പം ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ബയോളജിക്കൽ ലോയുടെ കോമ്പസ് ഓഫ് GNM അല്ലെ GHK എന്ന് പറയുന്ന ഒരു പടം, ഒരു ഫിഗർ നിങ്ങൾ കണ്ട് മനസ്സിലായി പഠിച്ചേ മതിയാവും. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന അക്കോർഡിംഗ് ടു ദി ഡിഫറെന്റ് ടിഷ്യൂ, അക്കോർഡിംഗ് ടു ദി സ്റ്റേജസ് ഓഫ് ദി പ്രോഗ്രാം, ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്, റെസൊല്യൂഷൻ ഫേസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഹീലിംഗ്, കോൺഫ്ലിക്റ്റ് ലൈസിസ് അല്ലെങ്കിൽ CL എന്ന് പറയുന്നു. സോ ഡ്യൂറിംഗ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ലൈസിസ്, അതായത് ഹീലിംഗ് ഫേസിൽ ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. അപ്പോൾ ഇതാണ് കോമ്പസ് ഓഫ് GHK അല്ലെ ജർമ്മൻ ന്യൂ മെഡിസിൻ. വെരി ഇൻട്രസ്റ്റിംഗ്. കുറച്ച് സമയം എടുത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വളരെ വളരെ മിടുക്കന്മാരാണ്, വളരെ വളരെ സീനിയേഴ്സ് ഉണ്ട്. എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമാണ്. ഡോക്ടർ ഹരിഹരൻ എന്ന് തുടങ്ങിയ എൻ്റെ സീനിയർ മുതൽ എല്ലാവരും ഇവിടെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഡോക്ടർ ചന്ദ്രനുണ്ട്. ഞാൻ ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളോട് പറയുകയാണ്, യു സ്റ്റാർട്ട് റീഡിങ്. യു കനോട്ട് എസ്കേപ്പ് ദിസ്. അവസാനത്തെ നിമിഷം പോലും നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് മീ, അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് GHK അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങളെ പറഞ്ഞു തരുന്ന മുഴുവൻ അലോപ്പതിക്, മെറ്റീരിയലിസ്റ്റിക്. അവിടെ മനസ്സില്ല, സൈക്കി ഇല്ല, സ്പിരിറ്റ് ഇല്ല, ദൈവമില്ല, ആത്മാവില്ല, ഒന്നുമില്ല. ഓൺലി ബോഡി. They are very expert in understanding.
മനസ്സിലായോ? ഒരു സെൽ ഇച്ചിരി കുനിഞ്ഞു നിന്നാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി അകന്ന് നിന്നാൽ മതി, ഇച്ചിരി തടിച്ചു നിന്നാൽ മതി. അത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ് എല്ലാം സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടേക്ക്? ഒന്നുകിൽ നിങ്ങൾ ഓപ്പറേഷൻ, റീപ്ലേസ്മെന്റ് ഓഫ് ആൻ ഓർഗൻ, സർജറി, ഡയാലിസിസ്, ബാക്കി പറയുന്നില്ലല്ലോ, കീമോതെറാപ്പി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളൊന്ന് അനുവദിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളെ പറ്റിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ they will do it, but at the same time they will frighten you. ആ പേടിപ്പിക്കലിലാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ കിടന്ന് ഇങ്ങനെ ഉരുകി വെന്ത് ഉരിയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ബ്രെയിൻ കൺട്രോൾ ആൻഡ് ജേം ലെയർ മാപ്പിംഗ് എന്താണ്? എൻഡോഡേൺ ഡിറൈവ്ഡ് ഓർഗൻസ്, ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതെല്ലാം അതായത് എംബ്രിയോളജിക്കൽ അല്ലെങ്കിൽ ജെർമിനൽ ലെയറിന്റെ എൻഡോഡേമൽ ഡെറിവേറ്റീവ്. സോ നിങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾ GNM പഠിക്കും മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ വി വർ ഇൻ ദി അമീബ സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ലായിരുന്നു. അത് കഴിഞ്ഞ് സെൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് ടുക്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കുലർ റിംഗ്, ആൻഡ് സബ്സിക്വന്റ്ലി ആസ് ദി ഡെവലപ്മെന്റ് പ്രോഗ്രസ് ഇറ്റ് ബിക്കേം എ ഓപ്പൺ. സോ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അറിവായിരുന്നു GNM പഠിച്ചപ്പോൾ. അതിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ വലിയ വില കൊടുത്ത് അയച്ചു വരുത്തി പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. അതായത് ഈ പ്രൈമോഡിയൽ ആയിട്ടുള്ള റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം വെൻ ഇറ്റ് ഈസ് അതിലൊരു ഓപ്പണിംഗ് വരുന്നു, അപ്പോൾ നമ്മുടെ വായും നമ്മുടെ മലദ്വാരവും തമ്മിലുള്ള കണക്ടിവിറ്റി, why certain things are thrown out, certain things are thrown in. When it is against, there will be a tendency to throw out and there will be a tendency to retain. അങ്ങനെയാണ് കോൺസ്റ്റിപ്പേഷൻ, ഹെമറോയിഡ്സ്, ഇങ്ങനെയുള്ള സംഗതികൾ വരുന്നത്. There are so many people who cannot throw out the waste products. Waste products എന്ന് പറഞ്ഞാൽ വിട്ടുകള, that is a waste, why are keeping എന്ന് ചോദിക്കുന്നത് ഇയാൾ വിട്ടുകളയത്തില്ല, അയാൾ അങ്ങനെ കൊണ്ടു നടക്കും. അങ്ങനെയാണ് അയാൾക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ കോളോറെക്ടൽ ക്യാൻസർ, അങ്ങനെ പല പേരുകളുണ്ട്. അതുപോലെ ഇവിടെ കൂടെ വിടുന്ന സാധനം, once he is not okay with that thing that goes into, he will puke it out, he will spit it out, he will throw it out. അതാണ് വോമിറ്റിംഗ്. അപ്പോൾ ഈ ബോഡി വളരെയധികം എക്വിപ്ഡ് വിത്ത് ദി സെൽഫ് സസ്റ്റൈനൻസ്. എന്താണ്? ഇതിന് കൊള്ളാവുന്നത് മാത്രമേ നമ്മൾ സ്വീകരിക്കത്തുള്ളൂ നോർമൽ മൈൻഡില്. അല്ലെങ്കിലോ അയ്യോ എനിക്ക് പാല് കുടിച്ചാൽ ഛർദ്ദിക്കും. ഇന്ന് വരുന്ന മനുഷ്യര് പ്രധാനപ്പെട്ട ഒരു സാധനം തിന്നുന്നില്ല. ഞാൻ വെജിറ്റേറിയൻ ആണ് ഡോക്ടറെ, പക്ഷെ ഞാൻ കടല തിന്നത്തില്ല. പരിപ്പ് ചേർക്കാത്ത സാമ്പാറാണ് കൂട്ടുന്നത്. കാരണം പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അസുഖം വരും. ഇതെല്ലാം ഇയാളുടെ മനസ്സിൽ 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണെന്നുള്ള അയാൾക്ക് അറിയത്തില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ അലർജി ക്ലാസ്സിൽ പറഞ്ഞതാണ്. എല്ലാം മനസ്സിന്റെ ഓരോ തോന്നലുകളാണ്. ഇതെല്ലാം കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല. അതുകൊണ്ട് എൻഡോഡേൺ ഡിറൈവേറ്റീവ്സ് ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയം എന്നാണ് പറയുന്നത്. അതായത് KCT, കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ് നിങ്ങൾ എന്ത് കാണും? ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയം കാണും. പാൻക്രിയാറ്റിക് ഗ്ലാൻഡിൽ എന്ത് കാണും? ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയം കാണും. ലിവർ സെൽസിൽ എന്ത് കാണും? ലിവർ സെൽസ് എന്ത് കാണും? ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയം കാണും. അപ്പോൾ ഈ 4 ജെർമിനൽ ലെയറിൽ നിന്നുള്ള ടിഷ്യൂസ് ഒരു ഓർഗന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയാണ് കിഡ്നിക്ക് ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബ്രസ്റ്റ്, ഫീമെയിൽ ബ്രസ്റ്റ്, അതിന്റെ പ്രിൻസിപ്പൽ പാർട്ട് അതിന്റെ ഗ്ലാൻസ് ആണ്. ബ്രസ്റ്റ് ഗ്ലാൻസ് ആർ കമ്പോസ്ഡ് ഓഫ് നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റ് ആണ് അവിടുത്തെ കാരണം. They are derived from the dermis, അല്ലെങ്കിൽ എന്താ പറയുക, this protective tissue, not the peripheral epidermis. ഡെർമിസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ഇപ്പൊ ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടിഷ്യൂവിലാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന്റെ ഓരോ ഭാഗവും ഏതിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ലങ്സ് ഞാൻ പറഞ്ഞു, ലിവർ സെൽസ്, നോട്ട് ദി ബൈൽ ഡക്ട്സ്. കോളൻ only formed from a single tissue,
or single germinal tissue, that is endoderm only. അപ്പോൾ അവിടെ വരുന്ന കോൺഫ്ലിക്റ്റ് എന്താണ്? വളരെ കൃത്യമാണ്. നിങ്ങൾ കോളൻ ആണോ നിങ്ങളുടെ പ്രോബ്ലം? ഇറ്റ് ഈസ് ഇൻഡൈജസ്റ്റിബിൾ മോർസൽ കോൺഫ്ലിക്റ്റ് ആണ്. സംതിങ് ഹാസ് ഗോൺ ഇൻ ടു യുവർ സിസ്റ്റം വിച്ച് ഈസ് നോട്ട് ഗെറ്റിംഗ് ഡൈജസ്റ്റഡ്. എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. മോർ ഡിസ്റ്റൽ is the affection, the conflict will be more dirty, ugly conflict. ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ you have to learn it. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക. യൂട്രസ്, and uterus is composed of, യൂട്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഓർഗൻ ഇറ്റ് ഈസ് എൻഡോഡേൺ ഡെറിവേറ്റീവ്സ് ആണ്. അവിടെ വരുന്ന എല്ലാ ചേഞ്ചസും ഈവൻ ഡ്യൂറിങ് ദി പ്രഗ്നൻസി ഇറ്റ്സെൽഫ്, പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ, ഇതെല്ലാം മനോഹരമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ you have to learn GHK. Up to 3 months, first trimester, conflict activity. Why most of the abortions take place during the conflict activity during the first 3 months? It is the time taken by the mother to see whether she is settled with the pregnancy. She is welcoming it. She is loving the baby. That decides whether she will deliver a beautiful, healthy, bony baby. If she is conflicted, it can be thrown out, abortion second month, third month. But okay, she loves the baby. She started enjoying the pregnancy. She started enjoying the motherhood. Then she will have a very good child and it will be normally delivered. But nowadays, most of the ladies are full of conflicts from A to Z, from throughout the period of 40 weeks. And that is the reason why there are so many abnormal so-called changes happening in the children born. So uterus and prostate. Why prostatomegaly, prostate enlargement? Big problem. It is conflict activity. He has not been free from this conflict. What is the conflict? It is mating conflict. Sorry, it is procreation conflict. It is gender conflict. ഇതൊക്കെ മനസ്സിലാകാതെ പ്രോസ്റ്റേറ്റോമെഗലി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനെ ചികിത്സിച്ച് നമുക്ക് വി ഹാവ് ഗോട്ട് സർട്ടൻ മെഡിസിൻസ്, ഇത് ടിഞ്ചർ 5 തുള്ളി 10 തുള്ളി അരമണിക്കൂർ എടുത്തിട്ട് കൊടുക്കാനൊക്കെ പറയും. കുറച്ച് കുറഞ്ഞ് കിട്ടുമായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. യു ഹാവ് ടു മേക്ക് ദി പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് യു ആർ നോട്ട് ഹാവിങ് സഫിഷ്യന്റ് procreation or sex ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ യുവർ വൈഫ് ഈസ് ഡോമിനേറ്റിംഗ് യു, ഷീ ഈസ് മോർ ഡോമിനേറ്റിംഗ് യു, ഓർ ഷീ ഈസ് മോർ പവർഫുൾ വെൻ കൺസിഡേർഡ് ബൈ യുവർ meek, mild nature of your maleness is gone, like that. Old mesoderm derivatives, I have already told you. One is the breast glands, and they are controlled by the cerebellum. The dermis as a whole, subcutaneous tissue, and that is controlled by the cerebellum, because that is the most important protective organ of the body. It's not the epidermis. Epidermis is all about touch, because it is all about we are coming to that. That is in the 4th group of tissues. So all the organs need protection, and therefore lung has to be protected by the pleura, and peritoneal or the viscera of the abdomen have to be protected by the peritoneum. അതുകൊണ്ട് peritoneum, pleura, pericardium, dermis എല്ലാം controlled by they are all from the old mesoderm, അല്ലെങ്കിൽ part of the old brain, and therefore they are controlled by the cerebellum. Now coming to the third group, that is the new mesoderm, and new mesoderm derived tissues are all controlled by the cerebral medulla. You can see that in a orange colored part of the brain, which is just under the cerebral cortex, just above the cavern and these what do you call it, cisterns and the different chambers of CSF, etc., etc. So those areas, and they are the cerebral medulla, and they are the most important controlling center of all the tissues of stability. What is that? Bone, joints, as I told already, muscles, tendons, ligaments, and fat tissue, lipid fat tissue, fat cells we can say, blood vessels,
all are controlled by the new mesoderm. And during the, that I will tell next time, they are all controlled by the cerebral medulla. Fourthly, the ectoderm derived tissues. What are they? They are, I told you already, all the mucous membrane, the upper part of the esophagus, the lining of the mouth mucosa. Mucosa means it is the mucous membrane is ectoderm, but submucosa, and that is from the original endodermal origin, and they are different tissues, and therefore different conflicts, and therefore different manifestation during the conflict activity and during conflict healing. This you have to learn. It is not that difficult, but you take some pain, some time, you will be able to understand it. Now we are going to the third part, that is the conflict-driven tissue responses of germ layer. That means very important, and that is what exactly is the compass of GNM says to you. During conflict activity, endoderm-derived tissue will undergo a particular change, that is cell multiplication or tumor formation. And therefore, in an endodermal tissue, the tumor formation happens during the conflict activity. And during the healing phase, the endodermal tissue will be destroyed or eliminated by making use of the fungus and the tubercular bacillus. Number 2 layer, that is the old mesoderm, controlled by the cerebellum. There also during the conflict activity, there will be tumor. That is why the breast lumps happen during the conflict activity. And that is the you will call fibroadenoma and so many things. And the conflict is nest worry conflict. During the conflict activity, there will be tumor. During the healing phase, there will be tubercular fungal affections. I don't know how many of you have seen cancers where there was big openings with the fungus, white or gray matter coming with offensiveness is there because the tubercular bacillus are active there in order to take away the debris. That is not destructive, that will not kill a person, but the fear associated with that will kill a person. Now, third one is the new mesoderm. During the conflict activity, the new mesoderm will have destruction of cells or the ulceration or depletion, and during the conflict healing, there will be tumor formation. And that is all about the new mesoderm. Now, the ectoderm. Ectoderm, during the conflict activity, there is destruction, and during the healing, there is repairing. And this repairing can cause cough, there can, if it is in the bronchi, if it is on the skin, there will be itching, because it is all about an inflammation. There is repair happening, and therefore a lot of water accumulation is there. Inflammation necessarily happens with all symptoms of inflammation. Redness is there, rashes are there, pain is there, and all the symptoms of inflammation is there. And it is the most discomfort position or stage of a patient. And therefore, all people, without knowing what exactly is happening, they will all go to allopathy or some very violent approach by other medicines. They will apply some ointments, there are this ointment, that ointment, this apply this one, this one, this one. Every time you are applying, you are making the conflict worse. What is the conflict of skin? Epidermis, that is separation conflict, because there is a touch which she wanted or he wanted, but he did not get, or he happened to get a touch which he did not like or want. This is separation conflict. ഇതല്ലാതെ ഒരു അലർജിക് ഡെർമറ്റൈറ്റിസും ഇല്ല, ഒരു എക്ടോപിക് ഡെർമറ്റൈറ്റിസും ഇല്ല, ഒന്നുമില്ല. ദ ടിഷ്യൂ ഏതാണ് എനിക്കൊരു കൊറിയണ്ട് ഇഡിയോപ്പതിക് purpura, what is thrombocytopenic purpura. These are all manipulated and fabricated diagnosis. അങ്ങനെയൊന്നും അല്ല. ഏത് ടിഷ്യൂ ആണ് ഇൻവോൾവ്, ഏതാണ് കോൺഫ്ലിക്റ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, വാട്ട് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ഹീലിംഗ്. നിങ്ങൾ ചൊറിഞ്ഞ് പുണ്ണാക്കൊന്നും വേണ്ട. അതിന് ആദ്യത്തെ ചൊറിച്ചിൽ തന്നെ യു അണ്ടർസ്റ്റാൻഡ് ദി കോൺഫ്ലിക്റ്റ്, വാട്ട് ഈസ് ദ സെപ്പറേഷൻ ഹാപ്പൻ ഇൻ ദിസ് പേഴ്സൺ, വാട്ട് ഈസ് ദ ടച്ച് വിച്ച് ഷീ ഓർ ഹി ഹാഡ് without her pressure,
ഇഷ്ടപ്പെടാതെ കിട്ടിയ സ്പർശനം എന്താണ്, അത് മനസ്സിലാക്കിയാൽ മതി. യു ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഒത്തിരി പറയാനുണ്ട്, അതെല്ലാം പറയാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഓൾ ദീസ് ചേഞ്ചസ് ആർ വിത്ത് എ ബയോളജിക്കൽ പർപ്പസ്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ്? ഫോർ എക്സാമ്പിൾ, എൻഡോഡെർമിൽ ഒരു ട്യൂമർ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ, ഇംപ്രൂവൈസ് ഇറ്റ്സ് ഫംഗ്ഷൻ. ആൽവിയോളയിലുള്ള ട്യൂമർ എന്തിനാണ്? ഇൻ ഓർഡർ ടു ബ്രീത്ത് മോർ ഈസിലി, മോർ ഓക്സിജൻ. അതിന് വേണ്ടിയിട്ടാണ് ബോഡിയിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആൽവിയോളയിൽ ഒരു ക്യാൻസർ ഉണ്ടാകുന്നത്. ബ്രോങ്കിയൽ, in order to widen the area so that air may be more easily sucked in. അങ്ങനെ എല്ലാത്തിനും. നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റ്, എന്തിനാണ് അവിടെ ട്യൂമർ ഉണ്ടാകുന്നത്? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ മിൽക്ക് so that the baby or the loved one may be fed by the milk or the love or by the mother. That is it. എന്തിനാണ് ഒരു മീസോഡം, ന്യൂ മീസോഡം ടിഷ്യൂവിൽ അക്യുമുലേഷൻ ഉണ്ടാകുന്നത്? ദാറ്റ്സ് എ ബയോളജിക്കൽ പർപ്പസ്, ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദാറ്റ് പർട്ടിക്കുലർ ഓർഗൻ. ഇപ്പൊ നടുവേദന നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ GNM പഠിക്കണം. സെർവിക്കൽ സ്പോണ്ടിലോസിസ് മുതൽ കോക്സിയൽ പെയിൻ വരെയുള്ളത് മനസ്സിലാക്കണം, നിങ്ങൾ GNM പഠിച്ചിരിക്കണം. L1, L2, L3, L4, L5 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സൈക്രൽ റീജിയൻ ആണ് പെയിനെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് രോഗിയോട് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്താണ്, ഡോർസൽ സ്പൈനൽ പെയിൻ എന്താണ്, ലംബാർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ബാക്ക് ഏക്കിന് റെസ്റ്റോസ് കൊടുത്തു, റൂട്ട കൊടുത്തു, ഇതൊന്നും ചെയ്യല്ലേ ദയവ് ചെയ്ത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് ഇൻഡിവിജ്വൽ, ആൻഡ് ദാറ്റ് പ്രോബ്ലം ഈസ് ഇൻ ദി മൈൻഡ്. സോ ഓർഗൻസ് ഫ്രം ദി ന്യൂ മെസോഡം. ഇനി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഡോക്ടർ ഹാമർ പറയുവാണ്, അതായത് എവല്യൂഷണറി ഒറിജിൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് തീം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, അതായത് ഈ 40 വീക്സിൽ ഒരു യൂട്രസിൽ നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യന്റെ എവല്യൂഷൻ ഫ്രം ദി എംബ്രിയോ അപ് ടു ദിസ് 2025 വരെയുള്ള കാര്യങ്ങളാണ്. ഒരു യൂട്രസിൽ 10 മാസം കൊണ്ട് നടക്കുന്ന സെല്ലുലാർ ചേഞ്ചസ് ആൻഡ് ഓർഗൻ ചേഞ്ചസ് എന്ന് ഉള്ള ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, കോൺഫ്ലിക്റ്റ് തീംസ് ആർ ഓൾസോ അക്കോർഡിംഗ് ടു ദി എവല്യൂഷൻ. ഒരു എംബ്രിയോ, ഒരു അമീബ സ്റ്റേജിലുള്ള എംബ്രിയോയ്ക്ക് എന്താണ് കോൺഫ്ലിക്റ്റ് ഉള്ളത്? ഈറ്റ് ഓർ ഫീഡ്, എക്സ്ക്രീറ്റ്. ഇപ്പോൾ ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്താൽ യൂറിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ പാസ് ചെയ്യണം. ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അത് എക്സ്ക്രീറ്റഡ് ആവണം. പിന്നെ എന്താ വേണ്ടത്? മീറ്റിംഗ് ഓർ പ്രൊക്രിയേഷൻ ഓർ ബ്രിങ്ങിങ് ദി നെക്സ്റ്റ് ജനറേഷൻ. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്നേരം എന്താ വേണ്ടത്? എല്ലാ ഓർഗൻസും, യൂട്രസ് ഫ്രം ദി പ്രൈമോഡിയൽ സെൽസ്, പ്രോസ്റ്റേറ്റ് പ്രൈമോഡിയൽ സെൽസ്, പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത എല്ലാം എന്തൊക്കെയാണത്? സ്റ്റാർട്ടിങ് ഫ്രം ദി തൈറോയ്ഡ്, ഫ്രം ദി ലിവർ, from the to the pancreas. എല്ലാ ഓർഗനും ഡിറൈവ്ഡ് ഫ്രം ദി ഒറിജിനൽ ഇൻഡസ്റ്റൈൻ. ആൻഡ് അവിടെ എല്ലാം ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയം നിങ്ങൾക്ക് കാണാൻ പറ്റും. തൈറോയിഡിലുണ്ടാകും, ലിവറിലുണ്ടാകും, പാങ്ക്രിയാസിലുണ്ടാകും, യൂട്രസിലുണ്ടാകും, പ്രോസ്റ്റേറ്റിലുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സോഴ്സ് മനസ്സിലായി. ദേ ആർ ദി ഒറിജിനൽ പ്രൈമോഡിയൽ. അപ്പൊ എന്താണ് അതിന്റെ കാരണം? ഇൻ ഓർഡർ ടു function, 3 main functions. What are they? Evolutionary knowledge വെച്ചിട്ടാണ് പറയുന്നത്. What is it? Feeding, throwing out and procreating. ഇത് മാത്രമാണ് ആദ്യത്തെ സ്റ്റേജിലുള്ള. അതുകൊണ്ട് എൻഡോഡേം ടിഷ്യൂസ് നിങ്ങൾക്ക് എവിടെ കാണാം? ഈ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നടപ്പിലാക്കുന്ന എല്ലാ ഓർഗനിലും നിങ്ങൾക്ക് എൻഡോഡേം. രണ്ടാമത്തേത് എന്താണ്? അടുത്ത സ്റ്റേജിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എല്ലാ പ്രധാനപ്പെട്ട ഓർഗൻസും ഡെവലപ്പ് ചെയ്യുകയാണ്. ലങ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. വിസറൽ ഓർഗൻസ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, കാരണം അന്നേരത്തേക്കും ഈ പറയുന്ന ഓർഗാനിസം കരയിലേക്ക് വന്നിരുന്നു. അന്നേരം അതിന് ഇന്നത്തെ സ്കിന്നില്ല. അപ്പൊ ആ സ്റ്റേജിൽ അതിന്റെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്ത് വേണമായിരുന്നു? പ്രൊട്ടക്റ്റീവ് കവർ വേണമായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രത്യേക ലെയർ രൂപപ്പെട്ടത്. അതാണ് കൺട്രോൾഡ് ബൈ ദി ഓൾഡ് മീസോഡേം, derived from the old mesoderm and controlled by the cerebellum. മൂന്നാമത്തേത് എന്താണ്? When that individual during the course of evolution started moving around, making societies, making communities, interacting with the people, then came the development of this new mesoderm, stability, working, activity, moving, everything.
So the new mesoderm came into function, and that is the reason. And therefore, during the conflict activity, there will be destruction temporary and followed by a repairing, so that that particular part of the organ which is affected by this conflict will be repaired, so that that particular organ will be more strengthened to meet with a similar situation. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സ്ട്രോങ് ആകുന്നത്. നിങ്ങളുടെ മസിലിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ 4 ടിഷ്യൂവിന്റെയും ഇവോള്യൂഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തേത് പ്രൈമറി ആണ്, രണ്ടാമത്തേത് പ്രൊട്ടക്ഷൻ ആണ്, മൂന്നാമത്തേത് അതിന്റെ സ്റ്റെബിലിറ്റി, മൂവ്മെന്റ്, ആക്ടിവിറ്റീസ് ആണ്. നാലാമത്തേത് വരുമ്പോഴാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് territorial conflicts. Territory, the word territory, our domain, comes into importance when the individual starts living in community, when he starts having sexual functions happening, therefore separation from one beloved one, and that is separation conflict, territorial conflicts, sexual conflicts, separation conflicts. All these become important in the final stage of the evolution, and that is why they are all insignificant. They are not very important. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും വന്നു വിചാരിച്ച് we are not suffering from our death or anything like that. ആരും മരിച്ചു പോയിട്ടില്ല സ്കിന്ന് എന്നുണ്ട്. ഇന്നത്തെ ഡോക്ടർമാർ പേടിപ്പിച്ചിട്ട് നിങ്ങൾ ഈ ചുമ വെച്ചോണ്ടിരിക്കുന്നത് ന്യൂമോണിയ ആകും, നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയാം. പക്ഷെ നിങ്ങളുടെ ബ്രോങ്കിയൽ ബ്ലാക്കിംഗ് കഫാണോ, you will be the first person to die because of the cough. Unless you take a cough syrup, unless you try to suppress it, making the problem more deeper, you will not die. ആരും പനി പിടിച്ചിട്ട് പറ്റിയ, കാരണം പനിയോടുകൂടി ജലദോഷമാവുള്ളൂ, ജലദോഷത്തോടുകൂടി പനിയാവുള്ളൂ, ചുമയോടുകൂടി പനിയാവുള്ളൂ. പനിയാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഭവം. പനി താത്താൻ ഏതാണ് മരുന്ന് എന്നുള്ളതാണ്. പനി താത്തുന്നത് എന്തിനാണ്? അപ്പോൾ അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകണം. നമ്മുടെ സമയമൊക്കെ തീർന്നു. എന്നാൽ ഞാൻ വളരെ പെട്ടെന്ന് കുറച്ചുകൂടെ സമയം പോകാമെന്ന് വിചാരിക്കണം. അല്ലേ അനിത? മീനിങ് ബിഹൈൻഡ് ട്യൂമർ ഗ്രോത്ത് പറഞ്ഞു. ഒരു ട്യൂമർ ശരീരത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് എ പർപ്പസ്. വെദർ ഇറ്റ് ഈസ് ഇൻ ദി ലിവർ ട്യൂമർ ആയാലും, ഒരു എന്താ പറയുക മീസോത്തീലിയോമ എന്ന് പറയുന്ന മീസോത്തിയാണെങ്കിലും, ബ്രസ്റ്റിലാണെങ്കിലും, ഹാർട്ടിലാണെങ്കിലും, ഇൻഡസ്ട്രിയിലാണെങ്കിലും, every tumor has got a purpose. Even the brain tumor has got a purpose. It is not going to kill anyone unless you operate upon it. Nobody will die of brain tumors because that is already in a healing phase. This scar is not going to be damaging. When you see this scar, you should understand once you met with an accident and this scar shows to me or tells me that yes, you were about to die of an accident, but you saved, and this scar says you were saved by God from a very serious disaster. I don't know how many of you are understanding that. അതുകൊണ്ട് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാനായിട്ടൊരു വൈദ്യശാസ്ത്രം ഇവിടെ ഉള്ളിടത്തോളം കാലം ദയവ് ചെയ്ത് നമ്മൾ എന്ന് പറയുന്ന, എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ദയവ് ചെയ്ത് അത് ചെയ്യല്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. യു ഹാവ് ടു ഡു ഇറ്റ് ഇഫ് യു ആർ ഗോയിങ് ടു ഫേസ് യുവർ പേഷ്യൻസ്. ഫാമിലി മെമ്പേഴ്സിനോട് നിങ്ങൾക്കൊരു കടമയുണ്ട്. നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ എന്ന് മരിക്കണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ, ഈ ആശുപത്രിക്കാർക്ക് തീരുമാനിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു പനി 5 ദിവസം കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിലേക്ക് പോകും നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട്. സങ്കടമുണ്ട്. കങ്ങാൽവിയോടെ ഡെത്ത്, ഫ്രൈറ്റ്, കോൺഫ്ലിക്ട്, പോസ്റ്റ് റെസൊല്യൂഷൻ. ഓക്കെ, ഓർഗൻ സിസ്റ്റം വിത്ത് മിക്സഡ് ജംഗ്ലർ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അതായത് there are certain organs, നമ്മൾ ഓർഗൻ എന്ന് പറയുമ്പോൾ കിഡ്നി അല്ലെങ്കിൽ ബ്രസ്റ്റ് അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുമ്പോൾ, ഈ യൂട്രസിന്റെ സെർവിക്കൽ റീജിയൻ ഈസ് composed of or derived from the ectoderm and is controlled by the cerebral cortex. അതുകൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റ്, മീറ്റിംഗ് കോൺഫ്ലിക്റ്റ്, സെക്ഷൽ കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ളതെല്ലാം അവസാനത്തിലുള്ളതാണ്, ectoderm ആണ്. ഒരു സെർവിക്സ് മുറിച്ചു കളഞ്ഞെന്ന് വിചാരിച്ചുണ്ടായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ യൂട്രസിന്റെ ബൾക്ക് ഓഫ് ദി യൂട്രസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ എപ്പിത്തീലിയം. അപ്പൊ യൂട്രസിനെ തന്നെ 2 ഓർഗൻ ഉണ്ട്, കിഡ്നിക്ക് 2 ഉണ്ട്, അല്ല 3 ഉണ്ട്, ബ്രസ്റ്റിന് 2 ഉണ്ട്. ഇങ്ങനെ ഓരോ, നമ്മൾ സ്കിന്നിനെ മാറ്റുവാണ്. എല്ലാതില്ല, മിക്ക അവയവങ്ങൾക്കും there are more than 1 germinal layers composing that particular organ. അതുകൊണ്ട് ഓർഗനെ അല്ല പഠിച്ചു തുടങ്ങേണ്ടത്, യു ഹാവ് ടു സ്റ്റാർട്ട് ലേണിംഗ് ഫ്രം ദി ജെർമിനൽ ലേയേഴ്സ് എന്നാണ് ഡോക്ടർ കാമർ പറയുന്നത്.
ബ്രെയിൻ ഫോക്കസ് ആൻഡ് കോൺഫ്ലിക്ട് ലോക്കലൈസേഷൻ. ഇനി വളരെ പ്രധാനപ്പെട്ട, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഒരു പ്രത്യേക കോൺഫ്ലിക്ട് എന്താണ്? നിങ്ങൾ ഡെത്ത് ഫ്രൈറ്റ് ആണ് നിങ്ങളുടെ കോൺഫ്ലിക്ട്. ഡെത്ത് ഫ്രൈറ്റ്, ഇറ്റ് ഈസ് സീരിയസ്. ഇറ്റ്സ് സീരിയസ് ആൻഡ് ഇറ്റ് ഈസ് ടെല്ലിംഗ് അപ്പോൺ യുവർ ഫേറ്റ്. നിങ്ങളുടെ മരണത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെർഫോർ ദാറ്റ് ഗോസ് ടു ദി മോർ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ. എന്താണ്? ലങ്സിനെ ബാധിക്കുന്നു. Your problem is starvation. That is an important conflict that affects the liver cells. Pancreas, നിങ്ങളുടെ ടെറിട്ടോറിയൽ ലോസ് അല്ല ടെറിട്ടോറിയൽ ആംഗിൾ ആണ്. നിങ്ങൾക്ക് സംതിങ് റിലേറ്റഡ് വിത്ത് യുവർ ഫാമിലി ഇഷ്യൂസ് ആണ് നിങ്ങളെ ബാധിക്കും. പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്സ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് the alpha cells and beta cells that is kept apart because they are not coming into the pancreas cells. പിന്നെ എന്താണ്? Territorial marking conflict. So this starting from the kidney what do you call it? Calyces, renal calyces, down to the ureter, down to the bladder, down to the urethra. All of these tissues are least important when compared to the other three areas or other three organs, and therefore they are all having the latest or less important conflict, that is territorial marking conflict. അത് കറക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ പ്രശ്നമുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങളുടെ ബെഡ് ഷെയർ ചെയ്യുന്നതുമായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വന്നതായിരിക്കും നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒരു ഡോട്ടറിലെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നത് that may be from a different caste. She is making unnecessary problems at home. Or this lady, mother-in-law, believes that she is going to bring in a lot of problems in this family, which was okay, going smooth. അങ്ങനെ വരുമ്പോഴത്തേക്കും ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് വരും. This lady will be going to the toilet every 10 minutes, every half an hour in order to pass no urine, but she is having that urging. Therefore, rethinking of disease classification. This is my purpose. This is my message. This is my takeaway message that I have to give to you. അതായത് രോഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അതിൽ ഇൻവോൾവ് ചെയ്തിരുന്ന ഓർഗനെ കുറിച്ച് പഠിക്കുമ്പോൾ, there should be a rethinking regarding the germinal layer of origin, whether it is endoderm derivatives or it is an old mesoderm derivative, or it's a new mesoderm derivative or a ectoderm derivative. So depending upon the tissue involved during the conflict activity, this change will happen. During the conflict healing, this change will happen. And during the so-called epileptoid crisis, the same conflict activity symptoms will be manifested in a heightened manner. And that is the epileptoid crisis. That's a very beautiful knowledge given by Dr. Hammer. So understand these things. അപ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണുള്ളത്. ഓൾ ദീസ് പാർട്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ കേടായാലും അല്ലെങ്കിൽ നമ്മുടെ TV കേടായാലും നമ്മൾ വിളിക്കുന്ന ടെക്നീഷ്യൻസ്, ദേ നോ വാട്ട് ഈസ് മദർ ബോഡിയിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതെന്താണെന്ന് അവർക്കറിയാം. നമ്മൾക്കിത് അറിയത്തില്ല എങ്കിൽ വളരെ സാഡ് അല്ലേ സിറ്റുവേഷൻ? നമ്മൾ അറിയണ്ടേ എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള കളികൾ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? അല്ല കുറെ സിംറ്റം സപ്രസ് ചെയ്യാനായിട്ട് ഹോമിയോപ്പതിക്കാരൻ വേണം, അലോപ്പതിക്കാരൻ പോരെ? ഒരു പാരസെറ്റമോളോ ഒരു ആന്റിബയോട്ടിക്സും ഒരു പെയിൻ കില്ലറും തന്നു കഴിഞ്ഞാൽ ഒരു നീര് വരിയാണ്ട് ഒരു പോരെ? നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അതുകൊണ്ട് ഐ എം ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു ടു ലേൺ GHK so that you all will be pillars of the future medical science, which we are aspiring or we are dreaming to be led by GHK based mastery in homeopathy or homeopathy mastery. That course we have started. I am inviting all of you. ഇത് നിങ്ങൾ വർഗീസിന്റെ മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. കുറച്ച് മാർക്കറ്റിംഗ് ആയിട്ട് എടുത്തോളൂ. ഇതിൻ്റെ അകത്ത് ഒരു മാർക്കറ്റിംഗ് ഇല്ല. നോട്ട് എ സിംഗിൾ പെനി ഈസ് ഗോയിങ് ടു എനി ഇൻഡിവിജ്വൽ ഇൻക്ലൂഡിങ് മീ. ദിസ് ഈസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഫോർ ദി infrastructure or the technical thing. Therefore, you will have to pay a nominal, very nominal, for a year-long activity of a Global GSK Foundation. You contribute very lavishly. It's not lavish. It's very peanuts for you. വളരെ ചെറിയൊരു എമൗണ്ട് ആണുള്ളത്. ഒരു ക്ലാസ് നിങ്ങൾ 1 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ 40 രൂപയെ മറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് 4 ആണോന്ന് എനിക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. 1 വർഷം മുഴുവൻ നിങ്ങൾക്ക് 10 മാസം നിങ്ങൾക്ക് ക്ലാസ് കൂടാം എല്ലാ ആഴ്ചയിലും. അവിടെ നാളെ നടക്കുന്ന വളരെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ സർവേഷ് ഗോയൽ
ഫ്രം ഡൽഹിയാണ് ക്ലാസ് എടുക്കുന്നത്. ഈസ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ്. എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം അദ്ദേഹം ഹാമറിനോടുള്ള അറിവൊക്കെ നേടിക്കൊണ്ട് അദ്ദേഹം രാജസ്ഥാനിൽ ഒരു സിറ്റിയിൽ നിന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ട്രെയിനിലാണ് വരുന്നത്. ഓപ്പോസിറ്റിലിരുന്ന ഒരു ലേഡി ഹാമർ എന്ന് സംസാരിക്കുന്നു. സോ he just went to listen to that lady. What are you talking about, ഹാമർ? അപ്പൊ പറഞ്ഞു, I am a patient of Dr. ഹാമർ. അന്ന് ഡോക്ടർ ഹാമർ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് നമ്മൾ GNM ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ഡെലിഗേറ്റ്സിൽ ഒരാളായിരുന്നു ഡോക്ടർ സർവേഷ് ഗോയൽ. ഫോർച്ചുനേറ്റ്ലി he is going to take the class tomorrow. കഴിഞ്ഞ ക്ലാസ്സിൽ 45ഓളം പേര് പങ്കെടുത്തു. All were very much impressed by the presentation by Dr. Asher. ഡോക്ടർ സർവേഷ് ഗോയലിന്റെ ക്ലാസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ പഠിത്തം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. യു ഹാവ് ടു ലേൺ ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ സപ്പോർട്ടിംഗ് സിസ്റ്റം. എല്ലാ സംഘടനകളും വർഗീസിന് കൈയൊഴിഞ്ഞു, അല്ലെങ്കിൽ GHK കൈയൊഴിഞ്ഞു. IHK അങ്ങോട്ട് ഒരു പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല. IFPH ഞാൻ പറയുന്നില്ല സംഘടനകളുടെ പേരൊന്നും, പ്രശ്നങ്ങൾക്കും അത് ഇഷ്ടമല്ല എനിക്ക്, അല്ലെങ്കിൽ അത് വേണ്ട. എന്തായാലും ഒരു സ്വാഗതം ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും വളരെ വളരെ വിലപ്പെട്ട, വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള, ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടർ ഹരിഹരനെ പോലെ, ഡോക്ടർ പ്രവീൺ ധർമ്മരത്നത്തെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ ഇന്റലിജന്റ് പീപ്പിൾ ആർ ദെയർ അറൗണ്ട് മീ. ഇവരെല്ലാവരും കൂടി വലിയൊരു ചേഞ്ച് ഈ ലോകത്തിൽ ഉണ്ടാകാനായിട്ടുള്ള ഭൂമിയുടെ ഉപ്പാവുക. സോ എ ഫ്യൂ പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ്, യുനോ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഈ സംഘടന പ്രവർത്തനം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുക, പഠിക്കുക, ധാരാളം പേരെ ഈ വേദിയിൽ കൊണ്ടുവരിക, ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെ ഈ അറിവ് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഡോക്ടർ അനിതയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. കാരണം അത്രയും വലിയൊരു ബോൾഡ് സ്റ്റെപ്പാണ് ഡോക്ടർ അനിത എടുത്തിരിക്കുന്നത്. വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ എല്ലാ ടീച്ചിങ് ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കെഞ്ചി, എൻ്റെ കുടുംബം കേട്ടാൽ എന്നെ കളിയാക്കും, എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോകുന്നതെന്ന് പറയും. പക്ഷെ എൻ്റെ ആഗ്രഹമുണ്ട്, ജനങ്ങളെല്ലാം അറിയണം, ലോകം മുഴുവൻ അറിയണം. അത് വേണ്ടിയിട്ട് സംഘടനകൾക്കാണ് ഒത്തിരി ചെയ്യാൻ പറ്റുന്നത്. ഞാനിങ്ങനെ വീണ് അപേക്ഷിച്ചു, ഇല്ല, ഞങ്ങൾക്ക് വൈറസ് ഇല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം. വൈറസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഹോമിയോപ്പതി? അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറയണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചതൊക്കെ ചിലപ്പോൾ അൺലേൺ ചെയ്യേണ്ടവരും റീലേൺ ചെയ്യേണ്ടവരും വിത്ത് ആൻ ഇന്റലിജന്റ് മൈൻഡ്. ഉടനെ പോയി ഡൽഹി പോയി നാഷണൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി വന്ന് ചേഞ്ചസ് വരുത്താമെന്നൊന്നും വലിയ സ്വപ്നമൊന്നും എനിക്കില്ല. ഇറ്റ് വിൽ ടേക്ക് അനദർ ടൈം. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത സുഹൃത്തുക്കളുള്ളപ്പം ഡൽഹിയിൽ വന്നിട്ട് എല്ലാവരുമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നാക്കിൻ മുതൽ വലിയ വലിയ ആളുകളുടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദർ വിൽ ബി എ ടൈം വെൻ ഐ വിൽ അപ്രോച്ച് യു ഫോർ സാങ്ഷനിങ്, ഒഫീഷ്യൽ സാങ്ഷൻ. അപ്പോൾ പേടി തീരുമല്ലോ, NCH അംഗീകരിക്കുമല്ലോ. I will historically demonstrate and state that all that is taught for the young students, innocent students, are nothing but allopathy. 80% of allopathy, 20% of philosophy, 20% includes of philosophy, mathematics, propertization, etc. The all other, whether it is a dentistry, whether it is ophthalmology, dentistry, gynecology, obstetrics, whatever is being taught, the poor, I'm sympathetic towards them. They learn by rote, sitting or midnight oil spent രാത്രിയിൽ ഇരുന്ന് ഈ പ്രൈസും ഡേവിഡ്സൺ ഒക്കെ പഠിച്ചിട്ട് അത് തന്നെയാണ് പറയുന്നത്, വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട് whether there is homeopathy in it, whether there is dynamism in it, whether there is spirituality in it, whether the whole humanism is considered, human being is considered as it is എന്ന് ചിന്തിക്കാത്ത ഒരു തലമുറയിലായി പോയി. അതുകൊണ്ട് ഈ റെവല്യൂഷനിൽ നിങ്ങളെല്ലാവരും സജീവമായി പങ്കെടുക്കണം, ഭാഗഭാഗികളാക്കണമെന്ന് ഒന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ശ്രമിച്ച എല്ലാവർക്കും, പ്രമുഖരായിട്ടുള്ള അതും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരെയും ബഹുമാനപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഏത് ചോദ്യങ്ങൾക്കും എന്നാൽ ആവുന്ന പോലെ ഞാൻ മറുപടി പറയാം. താങ്ക് യു. അങ്ങനെ ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഒരു ഡൗട്ട് ഉണ്ട്. ദീപു. സാർ, ഇത് പയ്യന്നൂര് ദീപു ആണോ? അതെ അതെ അതെ. താങ്ക് യു, പറയൂ. എൻ്റെ ഒരു ക്യാൻസർ പേഷ്യന്റിന് ഞാൻ ഇന്നലെ മെഡിസിൻ കൊടുത്തു.
ബോൺ ക്യാൻസർ ആണ്. Okay. ബോൺ ക്യാൻസർ ആണ്. Okay. ഇന്ന് അയാള് വീണിട്ട് ആ ഭാഗം തന്നെ, ആ ഫീമറിന്റെ ഹെഡ് ആ ഭാഗം തന്നെ അടിച്ചിട്ട് വീണു. ഇത് സെൽഫ് ഡിവാലുവേഷൻ ആണ്, വളരെ സീരിയസ് ആണ്. നമ്മൾ അസ്ഥിയെ പിടിച്ച പ്രണയം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ അസ്ഥിയെ പിടിച്ച അതെ, സെൽഫ് ഡിവാലുവേഷൻ ആണ്. അതെ, അത്ര അത് അത് ഡീപ്പാണ്. അത് അതറിയാം സാർ. പക്ഷെ അത് 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 എന്ത് അത് കോൺഫ്ലിക്റ്റ് സൊല്യൂഷൻ ആണോ അതോ അത് ഇത് നമുക്ക് വഴുക്കാവുകയാണോ? നമ്മൾക്കാർക്കും ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവരെയും ഒന്നും മരിക്കാതെ തിരിച്ചു കൊണ്ടുവരാനായിട്ടൊന്നുള്ളതല്ല നമ്മുടെ വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ഈ രോഗിക്ക് സംഭവിക്കുന്നത്, ഏർലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയാൽ നമുക്ക് പറയാമല്ലോ, നിങ്ങൾക്ക് ഹിപ്പ് ജോയിന്റ് പെയിൻ ഉണ്ട്, റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ? റൈറ്റ് സൈഡ് ഈസ് ഓഫ് ദി partner side, left side is regarding this one. Then what is self devaluation? Very strong. Then it is related to his onward movement. ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Then we could have it. അല്ലാതെ ടെർമിനൽ സ്റ്റേജിൽ കൊണ്ടുവന്ന് ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് ഹോമിയോപ്പതി GNM എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ we may not be able to, because at that time they are not disposed to listen to these conflicts, business, etc. അല്ല സാർ, ഞാൻ ചോദിച്ചത് ആ. അത് അത് വാട്ട് ഡസ് ഇറ്റ് മീൻ ഇഫ് യു ഫെൽ ഓൺ ദാറ്റ് സൈഡ് ടുഡേ? അത് വേദിയിൽ പറയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ഡോക്ടർ പ്രഫുൽ വിജയക്കർ, എന്റെ ഗുരു, എന്റെ ഫ്രണ്ട്, എന്റെ ഫിലോസഫർ, എന്റെ എല്ലാം, അദ്ദേഹം പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതുകൊണ്ട് പരസ്യമായിട്ട് എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ഈവൻ ഇൻ ആക്സിഡൻസ്, ദിസ് ഇസ് നോട്ട് ആക്സിഡന്റ് ബട്ട് ഇറ്റ് ഹാപ്പൻ, ഹി ഫെൽ ഡൗൺ. ഈവൻ ഇൻ ആക്സിഡൻസ് ദിസ് സൈഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. If you have a problem with your partner, that side only will be damaged by falling, by accident, by car accident, by motor accident. ഇതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നതാണ്. അതായത് ഫസ്റ്റ് എക്സെപ്ഷനിൽ പറയുന്നതാണ്. ആക്സിഡന്റ്, ട്രോമ, ഇഞ്ചുറി എല്ലാം റൂൾ ഔട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ആക്സിഡന്റ് വരുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡ് ആണ് ബ്രേക്ക് ചെയ്തതെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാഡ് സം പ്രോബ്ലം വിത്ത് യുവർ പാർട്ട്ണർ. പാർട്ട്ണർ ഡസന്റ് മീൻ വൈഫ് only. It can be his business partner, it can be his brother, it can be his elder son, it can be anybody who is considered as a partner for that patient. അതല്ല സാർ, അത് 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 റെസൊല്യൂഷൻ ആണോ, അത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആണോ, ആ ഫേസ് അറിയാൻ വേണ്ടി? Yes, ഡോക്ടർ. അതായത് അതിന്റെ റെസൊല്യൂഷൻ സ്റ്റേജിലേക്ക് പുള്ളിക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. റെസൊല്യൂഷൻ സ്റ്റേജ് ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ബിക്കോസ് ഇറ്റ് ഈസ് ന്യൂ മീസോറിയം, there will be more additional tissue covering that particular area affected, so that that particular bond will be more strong. Okay. So that itself means that he has not been able to resolve his conflict. Okay sir, okay sir, അത് കൺഫേം ചെയ്യാൻ. അപ്പോൾ I can change the medicine. Okay, thank you. Okay. Any other question? സർ, ഗുഡ് ഈവനിങ്. Good evening, Veena. സർ, സർ, എനിക്ക് ആക്ച്വലി ഞാനിത് ആദ്യമായിട്ടാണ് GNM ക്ലാസ് കേൾക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നത്, ലൈക്ക് ഈ പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതിയും ഇതും GNM-ഉം റിലേറ്റഡ് ആണോ? അപ്പോ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ ആചാര്യനായ ലെജൻഡായ ഡോക്ടർ പ്രഫുൽ വിജയക്കറാണ് ആദ്യമായി 2008 ലൂധിയാനയിൽ വെച്ച് ഒരു പ്രിഡിക്റ്റീവ് സെമിനാറിൽ 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഇഫ് ദി കംപ്ലൈന്റ് ഈസ് ഓഫ് ദി ലെഫ്റ്റ് സൈഡ് ഓഫ് എ ലേഡി, ഇറ്റ് ഈസ് ഡ്യൂ ടു സംതിങ് റിലേറ്റഡ് വിത്ത് ഹിസ് മദർ ഓർ ചൈൽഡ്. ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് സൈഡ്, ഇറ്റ് ഈസ് പാർട്ട്ണർ സൈഡ്. ഇതെന്റെ മനസ്സിൽ എങ്ങനെ കിടക്കുന്ന കാര്യം. രണ്ടാമത്തെ, ഹി ഓൾസോ സെഡ് നോ വൈറസ് ക്യാൻ കോസ് ഡിസീസ് ആൻഡ് no virus can kill anyone. But you know the history. Unfortunately, he had to leave us during a COVID time. And he was the person who, ഇത് എനിക്ക് പറയാമോ എന്നറിയത്തില്ല, എന്നോട് ക്ഷമിക്കണം, who advocated the spread of sepia in fluid or in liquid dilution all through the India. എല്ലായിടത്തും സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രിഡിക്റ്റീവ് സുഹൃത്തുക്കളോട് പറയുവാണ്, there were 7 layers given. And these 7 layers were given to us by Dr. Praful Vijayakar. And we thought that this enrodem, ectrodem, ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ പഠിച്ച GHKയിൽ പഠിച്ച അതല്ല അവിടെ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് ഹിസ്റ്ററികൾ പറഞ്ഞാൽ എനിക്ക് സങ്കടത്തോടുകൂടി പറയേണ്ടി വരും. ഡോക്ടർ പ്രഫുൽ വിജയക്കറുടെ അസിസ്റ്റന്റ് ആയിരുന്നാണ് ഡോക്ടർ ആഷർ, who took the class
last Wednesday. He went to Europe, and it was motivated by Dr. Praful Jacob. He also went to Europe, but he did not go and attend the class, whereas Dr. Farooq Motiwala from Nasik College, he attended this class. And therefore, I have to consider these two masters, who are they, my young boy or young Dr. Asher and Dr. Farooq Motiwala, who went to Farooq. Both of them were in predictive homeopathy. In the Sambhogi, I have done predictive homeopathy for 3 years, Dr. Bina. 2017, 2018, 2019. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ കാലിക്കട്ടിൽ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഫ്ലൈറ്റിന് പോയിട്ട് പഠിച്ചതാണ്. അന്ന് ഇവിടെ കണ്ണൂരിൽ എയർപോർട്ട് പോലും. I spent that much money because of the interest in this predictive SCPH plus 2 പ്രാവശ്യം ചെയ്തതാണ്, 2019, 2018. പക്ഷേ unfortunately, predictive homeopathy is the best method of homeopathy in India or in the world. But ഞാൻ ഈ 3 ഗ്രൂപ്പിലുണ്ട് SCPHന്റെ. All members are asking, Dr. Bina, you listen to me. They are asking, what is the conflict of this urinary tract infection? So they need to know only about this conflict. Ano Dr. Ano Bina, sorry, Anida. Ano Dr. Praveen. Ano Dr. Shashi. Conflict എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ GNM ആയില്ല. അവിടെയാണ് ഇനിയും കോൺഫ്ലിക്റ്റ് മാത്രം പഠിച്ചാൽ പോലെ 5 ബയോളജിക്കൽ ലോ പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം കോൺഫ്ലിക്റ്റിലേക്ക് ഈ പറയുന്ന ഇന്നത്തെ ക്ലാസ് 3rd ബയോളജിക്കൽ ലോ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ പറയുക? ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ എന്ത് സംഭവിക്കും, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ഹീലിംഗിൽ എന്ത് സംഭവിക്കും നമ്മൾ പഠിക്കണ്ടേ? ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കവർ ചെയ്യുന്നത്? ദർ ഇസ് നോ ഇൻഫെക്ഷൻ. അത് എത്ര പ്രഡിക്റ്റീവുകാർ സമ്മതിക്കും? ഞാൻ ആരോയും പൊളിറ്റിക്സ് പറയുകയോ കുറ്റം പറയുകയോ ഒന്നുമല്ല. എല്ലാവരും GHK കൂടെ പഠിക്കണം എന്ന് പറയാനുള്ള അപേക്ഷ മാത്രമാണ്. അല്ലാതെ ഞാൻ പ്രഡിക്റ്റീവുകാർ മോശമാണ് അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഗുഡ്. മൈ ടീച്ചർ ഡോക്ടർ, എൻ്റെ ഗുരുവാണ്, എൻ്റെ ബഹുമാനിതനായിട്ടുള്ള എൻ്റെ വി വർ ഫ്രണ്ട്സ്, യുനോ. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്, അദ്ദേഹത്തിന്റെ റൂമിലിരുന്ന് എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്, കൺജനേറ്റഡ് സോ-കോൾഡ് കൺജനേറ്റഡ് ഡിഫോമിറ്റീസ് ആർ ഡ്യൂ ടു conflicts happening during the pregnancy period of the mother. എനിക്ക് വിളിച്ചും കിട്ടിയത് അദ്ദേഹം പറഞ്ഞിട്ടാണ്. അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു. ഹനിമാൻ, ഡോക്ടർ ഹാമർ, ഡോക്ടർ പ്രഫുൽ വിജയക്കർ. ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി ടീച്ചേഴ്സും ഫ്രണ്ട്സും ഉള്ളൂ. ബട്ട് ഞാൻ എത്രയോ ക്ലാസ്സിൽ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എണീറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ എന്തിനാണ് മദ്രാസ് വൈറസ്, ചെന്നൈ വൈറസും കേരള വൈറസും ഒക്കെ പറയുന്നത്? Do you think that virus can cause disease? No worries, at this point of time we have to talk about virus in this way. ഇല്ല, virus cannot make one sick. അത് അടുത്ത ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ പറയാം. അതിനുവേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഡോക്ടർ ബീന, മതിയോ? എൻ്റെ ഉത്തരം മതിയായോ? ഓക്കെ സർ. എനിക്ക് ലൈക്ക് ഇത് രണ്ടിനെ കുറിച്ചും അധികം നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് സാറിനോട് ചോദിച്ചത്. ഡോക്ടർ പ്രവീൺ എന്തെങ്കിലും പറയുന്നുണ്ടോ? യു ആർ ഓക്കെ? പ്രെഡിക്റ്റീവിന്റെ 2 മൊഡ്യൂൾസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു സർ. You go ahead, because the predictive homeopathy gives you the best homeopathy. I am asking you to amalgamate, collaborate both these sciences, GHK plus homeopathy, and then you can master the science of treatment. അങ്ങനെ നിങ്ങൾക്ക് ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ശാസ്ത്രങ്ങൾ രണ്ടും കൂടെ വളരെ നന്നായിട്ട് പഠിക്കണം. ഹോമിയോപ്പതി ആണെങ്കിൽ അവിടെ വൈറസ് വിൽ കോസ് ദ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട്. വൈറസ് കനോട്ട്, ജനറ്റിക്സ് കനോട്ട്, ജീൻസ് മ്യൂട്ടേഷൻ they are coming after the changes happening in the conflict in the psychic level. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ജനറ്റിക് മ്യൂട്ടേഷനും ജനറ്റിക് ഇതൊക്കെ വരുന്നത്. ഓക്കെ, എനിവൺ GNM help to know the in which stage the disease is, but predictive must to save the person. Yes, that is, predictive means the best homeopathy medicine with GHK will help him to come out. Thank you. Dr. Varghese, good evening.
കേട്ടില്ലല്ലോ. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ശശിധരൻ ഡോക്ടർ പാല. ശശി, അതൊന്നെങ്കിൽ ഇയർഫോൺ ഉണ്ടോ? അത് മാറ്റിയിട്ട് സംസാരിക്കുമോ? കേൾക്കുന്നില്ലല്ലോ. ഗുഡ് ഈവനിങ്. Yes. ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രൊഡിക്റ്റീവ് ഹോമിയോപ്പതിയും GSKയും കൂടെ ഏതാണ്ട് GSK പ്രൊഡിക്റ്റീവിന്റെ ഒരു ബ്രാഞ്ചാണ് GSK എന്ന്, GSKയുടെ ബ്രാഞ്ചാണ് പ്രൊഡിക്റ്റീവ് എന്നും പറയുന്ന ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൊഡിക്റ്റീവ് ഹോമിയോപ്പതിയിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു അപ്രോച്ച് തന്നെയാണ്. പക്ഷേ ഇന്റർനാഷണൽ ആയിട്ടുള്ള മറ്റു GNM GSK പ്രാക്ടീഷണേഴ്സ് എല്ലാം ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് വിശ്വാസമുള്ളവരാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അതായത് GSK ആസ് ഇറ്റ് ഈസ് നിലനിൽക്കുന്നു, ഹോമിയോപ്പതി ആസ് ഇറ്റ് ഈസ് നിലനിൽക്കുന്നു. നമ്മളിവിടെ ഹോമിയോപ്പതിന് മാത്രം പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു മൈൻഡ് അല്ലെങ്കിൽ സൈക്ക് ആസ്പെക്ട് ഉള്ളത് കൊണ്ട് നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് നമ്മൾ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. Dr. Shashidharan is taking class every Friday on this same platform. Therefore, you get entry and listen if it is possible, because Dr. Shashidharan knows this subject very well, and I have been following him, and he has gone through all my 440 audio clippings, and he has many patients treated according to GSK principles. He is an esteemed member of our faculty team. There are two more doctors. One is Dr. Sumaya Alansari from Malappuram, Calicut. She is a young doctor. She is making use of GSK in her practice. And the other person, very dignified or very knowledge, very famous doctor. He is none other than Dr. Iqbal Kuttipuram. And he is a person who advocates GHK very nicely, and he is also an esteemed member of our faculty team. Shortly, you will be able to listen to him on these platforms. Okay. Yes, thank you, sir. മണി 10 നമുക്ക് വേണമെങ്കിൽ നിർത്താം. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. Any correction, any comment? ഡോക്ടർ സജിത ആദ്യമായിട്ട് കേൾക്കുവാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടർ സിസ്റ്റർ സജിത? ഡോക്ടർ സിസ്റ്റർ സജിത ഈസ് മൈ ഓൾഡ് ഫ്രണ്ട്. ഷീ ഈസ് ഫ്രം തൃശ്ശൂർ. നൗ ഇപ്പോഴെവിടെയാന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ. ഓക്കെ. പ്രാർത്ഥനയിലല്ലായിരിക്കും. ഞാനിപ്പോ കണ്ണാറ ടീച്ചർ. Okay. So thank you for attending. Ajit from Changanasheri is a gazetted officer in government service. Sam Matthew from Bangalore. Sebastian, his name is not fully given. Muhammad Hanifa is my friend. Smita Rani, Jesila, Joseph CJ is my brother. DR, who is DR, I don't know. Anil Kumar, Tracy Joseph, P.K. Paladi, Selena, Sushila, Saifon, Kyamamala, Praveen, Devanand. Good attend. Devanand, Vartilan Varnat Vanalo, Suma Thomas, Draupadi, Anita Kumari, Deepu. Okay. Thank you for your attendance. I'm excited to meet you all here and continue to be participating in this future webinars. Thank you. നമുക്ക് നിർത്തിക്കളയാം അനിത. ഓക്കെ സാർ. ആരും ചോദിക്കുന്നില്ല. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, അതുപോലെ നമ്മുടെ സാർ ഇത്രയും ഒരു നല്ല സെഷൻ സാറിന് തിരക്ക് പിടിച്ച ഈ പ്രാക്ടീസിനിടയ്ക്കും നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതിന് സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ശശിധരൻ ഡോക്ടർ, ബാക്കി എല്ലാ ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷന് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും വെള്ളിയാഴ്ച ശശിധരൻ ഡോക്ടറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പൊ ചൊവ്വാഴ്ച വർഗീസ് സാറിന്റെയും അതുപോലെ വെള്ളിയാഴ്ച ശശിധരൻ ഡോക്ടറിന്റെയും ക്ലാസ്സുകളാണ് ഇപ്പോൾ ഉള്ളത്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Thank you. Good night.